മറ്റെല്ലാ അനുഗ്രഹിക്കപ്പെട്ടവരായ ദൈവമക്കൾക്ക് ക്രിസ്തീയ വന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർമാനമായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അതേ നടത്തുവാൻ ദൈവം ഇടവരുത്തിയല്ലോ. കർത്താവിന്റെ സഹായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ശക്തന്മാരായ കർത്താവിന്റെ ദാസന്മാർ കടന്നു വരികയും കർത്താവിന്റെ വചനങ്ങൾ അതേ സംസാരിക്കുകയൊക്കെ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല നിമിഷത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ക്രിസ്തീയ വന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുന്നു. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. മുഖവരകളൊന്നും അധികം പറഞ്ഞ് സമയം കളയാതെ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കർത്താവിന്റെ ഉള്ളിൽ നൽകിയ ഒരു ദൈവ ശബ്ദത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിനാധാരമായി ആമേൻ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് ആമേൻ അതേ സ്തോത്രം 1-ാം അധ്യായത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 43 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾക്ക് വായിച്ച് സഹായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 40 അതേ സ്തോത്രം 7 വരെയുള്ള വാക്യം എന്ന് വായിക്കാം. 7-8 വാക്യങ്ങൾ വായിക്കാം. 47-48 വാക്യങ്ങൾ വായിച്ച് സഹായിച്ചാൽ നന്നായിരുന്നു. ഒരാൾക്ക് വായിച്ച് സഹായിക്കാം. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്കാൻ അവനോട് പറഞ്ഞു. ഫിലിപ്പോസ് അന്ത്രോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേപ്പിന്റെ പുത്രനായ യേശു എന്ന നസറത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസ്രത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുന്നു എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ തന്റെ അടുക്കൽ വരുന്ന യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ ഇവരിൽ കപടമില്ല എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ്, നിന്നെ വിളിക്കുന്നതിന് മുമ്പേ അതെ നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും മൂടാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഈ അനുഗ്രഹീയ രാത്രിക്ക് നന്ദി പറയുന്നു. തുടർമാനമായി പ്രിയപ്പെട്ട വളരെ പ്രാർത്ഥനയോടെ ആമേൻ കർത്താവെ ആരംഭിച്ച ഈ മീറ്റിംഗിന്റെ 10-ാം ദിവസം സാധുവായ എളിയവനും കർത്താവെ ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ ദൈവാത്മാവ് നൽകിയ നല്ല അവസരങ്ങൾക്ക് നന്ദി. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ കരുതലും ഈ രാത്രി ഉണ്ടാകണം. വെല്ലുവിളികളെ ദൈവാത്മ ബ്രേക്ക് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവെ ഇപ്പോൾ തന്നെ ദൈവവചന വെളിപ്പാടുകൾ ആകത്തുള്ള ശബ്ദം കർത്താവ് വെളിപ്പെടുത്തണം. വ്യക്തിപരമായ ശബ്ദങ്ങൾ ദൈവശക്തിയൊക്കെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നതിന് നന്ദി. കർത്താവ് അങ്ങനെ ചെയ്യണം. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ കുറച്ചു കാര്യം പറഞ്ഞ് വേഗം വചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. ആമേൻ. 4 സുവിശേഷങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. അതിൽ 3 സമവീക്ഷണ സുവിശേഷം എന്ന് പറയപ്പെടുന്ന 3 സുവിശേഷങ്ങളുണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്കോസ് തുടങ്ങിയ 3 സുവിശേഷങ്ങൾ ഒരുപോലെ കാണും. അവിടെ ചില ഉദാഹരണങ്ങൾ, ചില ഉപമകൾ എല്ലാം ഒരുപോലെ കാണപ്പെടുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം ഡിഫറന്റ് ആയിരിക്കുന്ന ഒരു സുവിശേഷമാണ്. യോഹന്നാന്റെ സുവിശേഷം യേശുവിനെ കുറിച്ച് അവൻ പറയുന്നു, ഡിഫറന്റ് ആയിട്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. ആമേൻ. സ്തോത്രം. വ്യത്യസ്തമായ കാര്യങ്ങളാണ് മത്തായി, ലൂക്കോസും മാർക്കോസ് ഒക്കെ പറയും. യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത് യേശു ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാകുന്ന യേശു അതെ ജഡമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നെന്ന് യോഹന്നാൻ പറയുന്നു. നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഭാഗമാണ്. എന്നാൽ 1-ാം അധ്യായത്തിലേക്ക് താഴോട്ട് വരുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം യോഹന്നാൻ പറയുന്നുണ്ട്. ആമേൻ. 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് സുപരിചിതമായ വാക്യമാണ്. അവിടെ വായിക്കുന്നവന്റെ കൈക്കൊണ്ട് ആമേൻ സ്തോത്രം, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്യം യോഹന്നാനാണ് എഴുതിയത്. അവൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് യോഹന്നാന്റെ പേര്. യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരുന്നു. സ്നേഹത്തെ കുറിച്ച് 3 ലേഖനങ്ങൾ നമുക്ക് എഴുതിയ യോഹന്നാനാണ്. വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ, ആ യോഹന്നാൻ തന്നെയാണ് ഈ യോഹന്നാന്റെ സുവിശേഷം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 1-ാം അധ്യായത്തിന്റെ 43 മുതലുള്ള വേദഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ
അതിനകത്ത് പരിശുദ്ധാത്മ ദൈവശബ്ദങ്ങളുടെ അകത്തേക്ക് നിങ്ങളെ അവൻ കൊണ്ടുപോകുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ കഴിവതും വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ വീഡിയോ ഓണാക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. അങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങളെ കണ്ട് പ്രസംഗിക്കാൻ പറ്റുമായിരുന്നു. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതൊരു സ്തോത്രം അഭ്യർത്ഥനയായിട്ട് കണ്ട് സാഹചര്യം ഉള്ളവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അതിന്റെ 1-ാം അധ്യായം 43-ാമത്തെ വാക്യം, യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. ഫിലിപ്പോസിനെ കണ്ടിട്ട് എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞ അനന്തരം ഫിലിപ്പോസ് യേശുവിനെ അനുഗമിക്കുന്ന ഭാഗമാണ്. എന്നാൽ ഈ ഫിലിപ്പോസ് നഥനിയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് പോകുകയാണ്. നഥനിയേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് പോകുമ്പോൾ സ്തോത്രം, ഈ ആത്മീയ അനുഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ടാലന്റ് എന്ന് പറഞ്ഞാൽ അതേ സ്തോത്രം, ആ ടാലന്റ് നമുക്കുള്ള അഭിഷേകമാകട്ടെ, നമ്മുടെ ശുശ്രൂഷയാകട്ടെ, നമ്മുടെ ആത്മീക സത്യങ്ങളാകട്ടെ, നമ്മൾ അറിഞ്ഞതിനെ കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹം. ആമേൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി? നമുക്കൊരു കൃപാവരമാകട്ടെ, ഒരു ശുശ്രൂഷയാകട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു വചനമാകട്ടെ, നമുക്ക് നൽകപ്പെട്ടതിനെ കൈമാറ്റം ചെയ്യുന്നെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. ഇവിടെ ദൈവത്തിന്റെ ദാസനായ അവൻ ഫിലിപ്പോസ് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഫിലിപ്പോസ് സാധാരണക്കാരനൊരു മനുഷ്യനെന്നാണ് ചരിത്രം പറയുന്നത്. ആ മനുഷ്യൻ നഥനിയേലിന്റെ അടുക്കൽ വരികയാണ്. നഥനിന്റെ അടുക്കൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം ഇങ്ങനായിരുന്നു, യേശുവിനെ കണ്ടെത്തിയ സന്തോഷം അറിയിക്കാനാണ് നഥനിന്റെ അടുത്ത്. ആമേൻ. എല്ലാവരും ഉണ്ടല്ലോ അല്ലെ? യേശുവിനെ കണ്ടെത്തിയ സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് നഥനിയേലിന്റെ അടുത്ത് വരുന്നത്. പക്ഷേ നഥനിയേലിന്റെ അടുക്കൽ വരുമ്പോൾ താൻ പ്രതീക്ഷിച്ച കാര്യമല്ല നഥനിയേൽ ഫിലിപ്പോസിന്റെ അടുത്ത് പറഞ്ഞത്. ഫിലിപ്പോസ് പ്രതീക്ഷിച്ച ഒന്നല്ല നഥനിയേൽ ഫിലിപ്പോസിനോട് പറഞ്ഞത്. ഒന്ന് വായിച്ചാട്ട് അതിന്റെ 45-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് വായിച്ചു. ഫിലിപ്പോസ് നഥനിയേലിനെ കണ്ട അവനോട്, ന്യായപ്രമാണ പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു വന്ന നസറത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനിയേലോട്, നസറത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞ ഒരു ദൈവശബ്ദമാണ്. നഥനിയേലിന്റെ വാക്ക് ഇങ്ങനെയാണ്, നസ്രത്തിൽ നിന്നും വല്ല നന്മയും വരും. ആമേൻ. ഫിലിപ്പോസ് വന്നിട്ട് ചോദിക്കുകയാണ്. ഫിലിപ്പോസ് വന്നിട്ട് പറയുകയാണ്, ഫിലിപ്പോസ് വന്ന് നഥനിയേലിനോട് പറയാണ്, യേശുവിനെ ഞാൻ കണ്ടു, ന്യായപ്രമാണ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടവരെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഫിലിപ്പോസിന്റെ അടുത്ത് നഥനിയേൽ പറയുന്നു, അതേ സ്തോത്രം, നസ്രത്തിൽ നിന്നും വല്ല നന്മയും വരും. ഇതൊരു കാലഘട്ടത്തിന്റെ ശബ്ദമാണ്. നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. കാലഘട്ടത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ നസ്രത്ത് എന്ന പട്ടണം ഗലീലയിലുള്ള ഒരു പട്ടണമാണ്. ആ പട്ടണത്തിന്റെ അകത്ത് വലിയ സാധ്യതകളില്ലാത്തൊരു പട്ടണമാണ്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, നഥനിയേൽ ഒരിക്കലും കളിയാക്കി പറഞ്ഞതല്ല. നഥനിയേൽ വളരെ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ്. യേശു പറഞ്ഞ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിന്റെ 47-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. 47-ാമത്തെ വാക്യം വായിച്ചു. 47-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിച്ചാൽ നഥനിയേലിനെ കുറിച്ച് യേശു പറയുന്ന ഒരു പദം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചേ. 47-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 1:47 എടുത്തൊന്ന് വായിക്കും. ആര് വായിച്ചാൽ കുഴപ്പമില്ല. നഥനിയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ ഇസ്രായേലിയൻ, ഇവനെ കണ്ടില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നഥനിയേൽ പറഞ്ഞത് ഒരിക്കലും കളിയാക്കി പറഞ്ഞതല്ല. കളിയാക്കി പറയാൻ യാതൊരു സാധ്യതയില്ല. കാരണം ദീർഘവർഷങ്ങളായി നഥനിയേൽ ആ പട്ടണത്തിന്റെ വിടുതലിന് വേണ്ടി കാത്തിരുന്ന മനുഷ്യനാണ്. പക്ഷെ സാഹചര്യത്തിന്റെ അനുഭവങ്ങൾ നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ലായിരുന്ന മനുഷ്യൻ പെട്ടെന്ന് ഈ മനുഷ്യൻ വന്ന് യേശുവിനെ കണ്ടെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നു, അവിടുന്ന് വല്ല നന്മയും വരാൻ സാധ്യതയുണ്ടോ? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറാൻ ദൈവാത്മാവ് എനിക്ക് നൽകിയ സന്ദേശം ഇതാണ്. പരിശുദ്ധാത്മ നിങ്ങളോട് വന്ന്, നിങ്ങൾ കാത്തിരുന്നും അടുത്തവരാണെങ്കിൽ ദൈവത്തിന് ആത്മാവ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു പ്രതിഫലം ദൈവം തരാൻ പോവുകയാണ്. ആമേൻ. ഒന്നല്ല, ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേർ ആ കാലഘട്ടത്തിൽ കാത്തിരുന്നവരാണ്. ഒരുപാട് പേർ ദൈവപ്രവൃത്തിയെ കാത്തിരുന്നവരാണ്. ഞാൻ ആത്മാവ് നിങ്ങളോട് ചില ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാം. നഥനിയേൽ പറയുന്നു, ദൈവം എന്റെ ജീവിതത്തിനകത്ത്, എന്റെ പട്ടണത്തിനകത്ത് എന്തെങ്കിലും ചെയ്യുമോ എന്നറിയാതെ
ഭാരപ്പെട്ടിരുന്ന നദനിയിൽ കേൾക്കുന്ന ശബ്ദം ഇതാണ്, നാസറേത്തിൽ അതേ ഒരുത്തൻ എഴുന്നേറ്റ് വന്നു, ന്യായപ്രമാണം പറഞ്ഞ വചനം പറഞ്ഞ ദൈവപുത്രൻ അതേ നാസറേത്തിൽ എഴുന്നേറ്റ് വരികയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ യോഹന്നാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് മാറുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതേ കാത്തിരുന്ന് തളർന്നുപോയ ഒരുപാട് പേരുണ്ട്. കാത്തിരുന്ന് തളർന്നുപോയവർ, ദൈവശബ്ദത്തെ കാത്തിരുന്ന്, ദൈവാലോചനയെ കാത്തിരുന്ന് തളർന്നുപോയ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിനെ വിളിച്ചു പറയുന്നു, കാത്തിരിപ്പിന്റെ ഒടുക്കം അവൻ വാഗ്ദത്തത്തെ നിവർത്തീകരിച്ച് നിന്നെ ആദരിക്കാൻ, നിന്റെ കുടുംബത്തെ ആദരിക്കാൻ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ ആദരിക്കാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നുണ്ടെന്ന് ആത്മാവ് ഞാൻ കൈമാറിയാൽ എത്ര പേര് രാത്രി ദൈവത്തിന് നന്ദി പറയും. അങ്ങനെ ഒരു ദൈവം ഉണ്ട്. ആ ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ ചുമ്മാ പ്രസംഗിച്ചതല്ല. ദൈവാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ച ദൈവ ശബ്ദത്തിന്റെ അകത്തേക്ക് ആത്മാവിന് പറയാനൊരു ശബ്ദമുണ്ട്. അതിങ്ങനെയാണ്, നഥനീയേൽ പറയും, അതെ വല്ല നന്മയും വരുമോ എന്ന്. അവൻ കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലോചന പറയുന്നത് ഇങ്ങനെയാണ്, നദനിന്ന് തോന്നും ഒന്നും നടക്കത്തില്ലെന്ന്. പക്ഷെ ദൈവത്തിന്റെ വചനത്തെ നിവർത്തീകരിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. 4-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നാൽ അവൻ സ്തോത്രം, നിങ്ങൾ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആ മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്. 25-ാമത്തെ വാക്യമാണ്. അതേ സ്തോത്രം ലൂക്കോസ് 1-2 അതിന്റെ 25-ാമത്തെ വാക്യത്തൊട്ട് താഴോട്ട് വായിച്ചേ. നിങ്ങൾക്ക് ആ ഭാഗം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ദൈവശബ്ദത്തിലേക്ക് കയറുക. പരിശുദ്ധാത്മാവോടെ എഴുതി വെച്ചിരിക്കുന്ന ദൈവശബ്ദത്തിലേക്ക് കയറുക. ഒന്ന് വായിച്ചാൽ, യെരൂശലേമിൽ ശിമ്യോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനുമായി കാത്തിരിക്കുന്നവനുമായിരുന്നു. ഈ മനുഷ്യൻ ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്ന മനുഷ്യനായിരുന്നു. ഞാൻ നിങ്ങളോട് ആദ്യമേ പറയട്ടെ, അതേ സ്വന്തം അതേ ദേഹം അത് നഥനീയേലിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ജീവിച്ചത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി. നഥനീയേൽ കാത്തിരുന്നത് എന്തുകൊണ്ടാണ്? ഇസ്രായേലിന്റെ ആശ്വാസപ്രദൻ വരുമെന്ന്, ഇസ്രായേലിൽ ആശ്വാസപ്രദ ജീവി എഴുന്നേൽക്കുമെന്ന് നാളുകളായി വെയിറ്റ് ചെയ്തൊരു മനുഷ്യനെ കുറിച്ചാണ് ലൂക്കോസ് 2:25 പറയുന്നത്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഈ മനുഷ്യൻ അതേ ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, കുടുംബത്തിന്റെ ആശ്വാസത്തിനായിട്ട്, പട്ടണത്തിന്റെ ആശ്വാസത്തിനായിട്ട്, സഭയുടെ ആശ്വാസത്തിനായിട്ട് കാത്തിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട്, നിന്റെ നിലവിളിക്ക് വിരാമം ഇട്ടുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ആത്മാവൻ കൈമാറിയാൽ എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിപ്പാനിടയാകും. ഏത് വിഷയങ്ങളാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ആത്മാവിൽ അതേ സ്വന്തം നീ കാത്തിരിക്കുന്നവളാണെങ്കിൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്ന ഈ മനുഷ്യൻ കാത്തിരിക്കുമ്പോൾ, ഈ മനുഷ്യൻ എന്തിനാ കാത്തിരുന്നെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് ഈ മനുഷ്യനോട് ഒരു ദൂത് പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ച് 25-ാമത്തെ വാക്യത്തിൽ അത് കാണാൻ പറ്റും. ദൈവാത്മാവ് ഒരു ദൂത് ഈ മനുഷ്യനോട് പറഞ്ഞിരുന്നു. ആ ദൂത് ഇങ്ങനെയായിരുന്നു. അതേ ഈ നീതിമാനായ മനുഷ്യനോട്, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന മനുഷ്യനോട് ദൈവം പറഞ്ഞ ദൂത് ഇങ്ങനെയാണ്, കർത്താവിന്റെ ക്രിസ്തുവിനെ നിന്റെ കണ്ണുകൊണ്ട് നീ കാണുമെന്നാണ് പറഞ്ഞത്. ആമേൻ. ഈ മനുഷ്യൻ എത്ര നാൾ കാത്തിരുന്നു അവിടെ വ്യക്തമല്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാൻ ഒരു ദൂത് പറയാം. ഈ കാത്തിരിക്കുമ്പോൾ ഒരു വചനം തന്റെ അകത്ത് കത്തുന്നുണ്ടായിരുന്നു. എന്താണ് ആ ദൂതെന്ന് അറിയാമോ? ഈ ജനത്തിന്റെ അകത്ത് കത്തിയ വചനം ഇതാണ്. മീഖാപ്രവചനം 5-ാം അധ്യായം 5:2 നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വചനം അറിയാം. മീഖായുടെ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഒരു പ്രവചന ശബ്ദം കിടക്കുന്നത്. അത് വായിച്ചു. Hallelujah. Thank you, Holy Spirit, Lord. മീഖാപ്രവചനം 5-ാം അധ്യായം 2-ാമത്തെ വേദഭാഗം. ഞാൻ ഈ വചനം ശുശ്രൂഷിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതെ, മീഖാപ്രവചനം 5. നീയോ ബേഥലേഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും. ശ്രദ്ധിച്ചേ, അവിടെ വായിക്കുന്ന ഭാഗം മീഖ പ്രവചിക്കുകയാണ്. എന്താണ്? യഹൂദ സഹസ്രങ്ങളിൽ പറയത്തക്ക യാതൊരു മാന്യതകളും യഹൂദയിലെ ബേത്ലഹേമേ നിനക്കില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു മാന്യതകളും നിനക്ക് പറയത്തക്ക നിലയിൽ ഇല്ല. മറ്റുള്ളതുമായി അതേ സ്വന്തം താരതമ്യം ചെയ്യുമ്പോൾ പറയത്തക്ക യാതൊരു സാധ്യതകളും നീ പുറത്തു വരുവാനില്ല. പക്ഷെ ദൈവാത്മാവ് ദൂത് പറഞ്ഞിരിക്കുകയാണ്, നീ ക്രിസ്തുവിനെ കാണുമെന്ന്. ആമേൻ. നഥനീയേൽ തകർന്നു പോയി. ഹല്ലേലൂയ. നഥനീയേൽ പറഞ്ഞു, അതിന് വിശ്വസിക്കാൻ പറ്റത്തില്ല നഥനീയേലിന്.
അവൻ എന്നാൽ ഒരു മനുഷ്യനെ അകത്തി വായ്തത്വത്തെ കത്തിച്ചുകൊണ്ട് നടന്നു. അവന്റെ പ്രായം അവന് വിരോധമായിരുന്നു, അവന്റെ സാഹചര്യങ്ങൾ അവന് വിരോധമായിരുന്നു. പക്ഷെ അകത്ത് കേട്ട ദൈവശബ്ദത്തെ കത്തിക്കുക എത്ര പേര് രാത്രിയുണ്ട്? നിന്നെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ സഭയെ കുറിച്ച് നീ കേട്ട ദൈവശബ്ദത്തെ കത്തിച്ചുകൊണ്ട് നടക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ പൗലൂസിന്റെ നിജപുത്രനായ തീമോഥെയോസിന്റെ അടുക്കൽ പൗലൂസ് എഴുതുമ്പോൾ, തന്റെ കത്തുകൾ എഴുതുമ്പോൾ പൗലൂസ് അതേ തീമോഥെയോസിനോട് പറഞ്ഞൊരു പദമുണ്ട്. തീമോഥെയോസേ, എന്റെ കൈവപ്പിനാൽ നിനക്ക് കിട്ടിയ കൃപാവരത്തെ നീ ജ്വലിപ്പിക്കുവാൻ തയ്യാറാകണം. എന്നെ കേൾക്കുന്ന ചിലരുടെ ആത്മാവ് ഞാൻ പറയുന്നത്, നിന്റെ അകത്ത് കിടക്കുന്ന പ്രവചന ശബ്ദം ചെറുതായിരിക്കാം, നിന്റെ അകത്ത് കിടക്കുന്ന ശുശ്രൂഷ ചെറുതായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി നീ അതിനെ ആത്മാവിൽ കത്തിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ ആത്മാവിൽ വലിയൊരു തീയാക്കാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞ. ആമേൻ. തീമോഥെയോസിന് പറയാം, നിന്റെ അകത്തെ അഭിഷേകം അത് ചോർന്നു പോകാൻ സാധ്യതയുള്ളതാണ്. നിന്റെ അഭിഷേകം അത് മങ്ങിപ്പോകാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഇന്ന് രാത്രി നോക്കരുത്, നിന്റെ പ്രതിസന്ധിയാണ് നോക്കേണ്ടത്. നിന്റെ അകത്തെ തീയെ നീ ഇന്ന് രാത്രി കത്തിക്കാൻ തയ്യാറാകുന്നു. എത്ര പേരുണ്ട്? ഈ മനുഷ്യൻ പ്രായമുള്ള മനുഷ്യനാണ്, പക്ഷെ തന്റെ അകത്തെ ദൈവശബ്ദത്തെ കത്തിക്കാൻ തുടങ്ങി. എല്ലാവരും പറഞ്ഞു, എന്നാത്തിനാ ഇത്രയും സമയം വെയിറ്റ് ചെയ്യുന്നേ? എന്തിനാ ഇത്രയും കാലം വെയിറ്റ് ചെയ്യുന്നേ? എന്തിനാ ഇത്രയും സമയം നിന്റെ ജീവിതത്തെ സമയം നഷ്ടാക്കുന്നേ? പക്ഷെ ഈ മനുഷ്യൻ പറയും, എന്നോട് ദൈവം പറഞ്ഞൊരു ദൂതുണ്ട്, നീ ക്രിസ്തുവിനെ കാണും, നീ ക്രിസ്തുവിനെ കാണും. നീ ദൈവമഹത്വത്തെ കാണും. നിന്റെ കരങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ശിമ്യോനോട് ദൈവം ഇടപെട്ടെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചിലരോട് പറയുന്നു, വർഷങ്ങളായി നീ കേട്ട ദൈവശബ്ദം സാഹചര്യത്തിന്റെ പരിമിതി കൊണ്ട് നിന്നിൽ നിന്ന് അകന്നു പോകുവാനല്ല, നീ കേട്ട ദൈവശബ്ദത്തെ നിവർത്തീകരിച്ച് മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ടെന്ന് ഞാൻ ആത്മാവിൽ കൈമാറിയാൽ സ്തുതിക്കുവാനിടയാകും. കരമടിച്ചാത്മാവിൽ ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമെങ്കിൽ നന്ദി പറഞ്ഞു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ സഭയെ കുറിച്ച്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് ദൈവം പറഞ്ഞ ദൈവ ശബ്ദത്തിന്റെ വാക്കുകൾ ഈ രാത്രി നിന്റെ മേൽ കത്തിക്കാൻ കരുത്തുള്ളവന്റെ അഭിഷേകം അതൊന്ന് രാത്രി ചലിക്കുമെന്ന് ഞാൻ പറഞ്ഞ നിന്റെ തലമുറയെ കുറിച്ച് ദൈവം പറഞ്ഞ ദൈവശബ്ദം, നിന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് ദൈവം പറഞ്ഞ ദൈവശബ്ദം, നിന്റെ സഭയെ കുറിച്ച് പറഞ്ഞ ദൈവശബ്ദം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ആത്മാവ് കൈമാറുകയാണ്. അതിനെ ഇന്ന് രാത്രിയിൽ വർദ്ധിപ്പിക്കാൻ തയ്യാറാകാൻ നീ സമർപ്പിക്കാൻ തയ്യാറായ അതിനെ കത്തിക്കാൻ ഈ ദൈവം മതിയായവനാ. ഈ മനുഷ്യൻ കേട്ട ദൂതിനെ കത്തിക്കുക, അതേ സ്തോത്രം കത്തിച്ചുകൊണ്ട് വർഷങ്ങൾ നടക്കുക. എന്തിനാ കത്തിക്കുന്നേ? ഈ മനുഷ്യൻ ഒന്നറിയാം, ഈ ദൂത് നിവർത്തീകരിക്കപ്പെടുവാൻ അവൻ സാധ്യതയുണ്ട്. കാരണം എന്നോട് പറഞ്ഞത് മനുഷ്യനല്ല, എന്നോട് പറഞ്ഞത് ദൈവമാണ്, എന്നോട് പറഞ്ഞത് പ്രവാചകനല്ല, എന്നോട് പറഞ്ഞ ദൈവമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം പറഞ്ഞ ദൈവശബ്ദത്തെ നിവർത്തീകരിക്കാൻ കരുത്തുള്ള ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നുണ്ടെന്ന് ആത്മാവിൽ പ്രവചിച്ചു പറയുക. ആമേൻ, ആമേൻ, ആമേൻ. ശംഭരാദിയ അർത്ഥമനാദികട്ടിയം ധനം വൈഡശന്തരെ. ഈ രാത്രി ദൈവത്തോട് പറയും, അതെ നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവം പറഞ്ഞതേ നടക്കത്തുള്ളൂ. സാത്താൻ പറഞ്ഞതല്ല, ലോകം പറഞ്ഞതല്ല, എതിരികൾ പറഞ്ഞതല്ല. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് നടക്കും, ദൈവാത്മാവ് പറഞ്ഞത് നടക്കും. യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ നോക്കിക്കെ ഒരു മനുഷ്യനോട് ദൈവം പറയുക, ഏലിയാവിനോട് കർത്താവേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ അവൻ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ലാതെ നീ പ്രവചിക്കണം. ഏലിയാവ് പറയുകയാണ് ആഹാബിനോട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ നടക്കത്തില്ല, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറയട്ടെ പ്രിയരെ, അവൻ 17-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് അവൻ പ്രവചിച്ച ദൂത് അവൻ 19-18-ാം അധ്യായത്തിനകത്തേക്ക് കയറുമ്പോൾ ഏലിയാവിന് ബോധ്യമാക്കി കൊടുത്തൊരു ദൈവം ഇന്ന് രാത്രി ഉണ്ട് എങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറുന്നു. നിന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശബ്ദം, അത് ദൈവം നിവർത്തീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ നീ നിൽക്കാൻ തയ്യാറാണില്ല. നീ നിൽക്കാൻ തയ്യാറാണ്, ദൈവം കത്തിക്കാൻ തയ്യാറാണ്. ഈ മനുഷ്യനെ കുറിച്ച് ആത്മാവ് പറയുന്നു, ഈ മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നു, അവനെ നീ കാണും, അവനെ നീ കാണും. 26-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിച്ച് ഒന്ന് വായിച്ചു. ലൂക്കോസ് 2:26 നിങ്ങൾ ശ്രദ്ധ തിരിച്ചാൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്താം. 26-ാമത്തെ വേദഭാഗം, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ
ഒന്ന് വായിച്ച് സഹായിച്ച നന്നായിരുന്നു. കർത്താവിന് ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ദൈവാലയത്തിൽ ചെന്ന് യേശു വന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് നുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേൽ മഹത്വവുമായി നീ സകല ജാതികളെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവിടെ ആ മനുഷ്യന്റെ വാക്ക് നിന്നുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ്. എന്താ പറഞ്ഞെന്നറിയാമോ? എന്റെ കണ്ണ് നീ പറഞ്ഞത് കണ്ടു. എന്റെ കണ്ണ് കണ്ടു എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഒരിക്കൽ ഒരു മാതാവ് ഒരു കുഞ്ഞുമായിട്ട് കയറി വരുമ്പോൾ മാതാവ് കയറി വരുമ്പോൾ ഈ മാതാവിന്റെ കയ്യിലിരിക്കുന്ന നസ്രയനാണെന്ന്, അവൻ യേശു ക്രിസ്തുവാണെന്ന് ഈ മനുഷ്യന്റെ അകത്തെയാണോ പറയാനിടയാണ്. നിങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ആരോടോ ഈ രാത്രി പരിശുദ്ധം പറയുകയാണ്, നീ കേട്ട ദൈവശബ്ദത്തെ ചില സമയങ്ങൾ വരുമ്പോൾ ബോധ്യമാക്കുന്ന ദൈവമുണ്ട്. എത്ര പേര് ഞാൻ പറഞ്ഞു മനസ്സിലായി? ഒരിക്കൽ ആമേൻ സ്തോത്രം, യേശു കർത്താവ് വചനമെടുത്ത് വായിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രസംഗിച്ചു കഴിഞ്ഞ് യേശു പറഞ്ഞൊരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നതിന് നിവർത്തി വന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഭാഗത്തിന് നിവർത്തി വന്നു എന്ന് യേശു പറഞ്ഞു. ഞാൻ ആത്മാവിൽ കൈമാറുന്നത് യേശു അത് വായിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന് മനസ്സിലായി നിവർത്തീകരിക്കപ്പെട്ടു എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറുന്നു. നീ കേട്ട ദൈവശബ്ദം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അവൻ നീ കേട്ട ദൈവശബ്ദം നീ സാഹചര്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എത്ര പേർ മനസ്സിലായി? ഞാൻ പറഞ്ഞത്, നിന്നോട് പറഞ്ഞ കർത്താവിന്റെ ശബ്ദത്തെ നീ ആ അനുഭവത്തിന്റെ അകത്തേക്ക് കയറുമ്പോൾ നിനക്ക് മനസ്സിലാവും. അപ്പോഴും നിന്നോട് ദൈവം പറയും, ഇതാ ഞാൻ നിന്നോട് പറഞ്ഞ ദൂത്, ഇതാ ഞാൻ നിന്നോട് പറഞ്ഞ ദൈവശബ്ദം, ഇതാ ഞാൻ പറഞ്ഞ ദൈവകൃപ എന്ന് പറഞ്ഞ് നിന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയുണ്ട്. ഞാൻ ആത്മാവൻ മടങ്ങി വരട്ടെ. ഈ മനുഷ്യന്റെ അടുക്കലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോ ദൈവാത്മ പറയുകയാണ്, ഇതാ ഞാൻ പറഞ്ഞ സംഭവി. ആമേൻ. ഞാൻ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്ന, നസ്രയത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന് നഥനിയേൽ ചോദിച്ചപ്പോൾ അതേ പട്ടണത്തിൽ ഒരു മനുഷ്യൻ തന്റെ ദൈവശബ്ദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സാഹചര്യങ്ങൾ വലവയ്ക്കാതെ നോക്കി കാത്തു നിന്നിരുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പട്ടണത്തിന്റെ നടുവിൽ, നിന്റെ ദേശത്തിന്റെ നടുവിൽ, നിന്റെ ആ രാജ്യത്തിന്റെ നടുവിൽ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ കേട്ട ദൈവശബ്ദത്തെ ആരെല്ലാം മറന്നു കളഞ്ഞാലും ആ ദൈവശബ്ദത്തെ മുറുകെ പിടിക്കാൻ നീ തയ്യാറായാൽ നിന്റെ കുടുംബത്തിൽ അത് വെളിപ്പെട്ടു വരും. അതിന് നിന്റെ ഭർത്താവോ, നിന്റെ ഭാര്യയോ, നിന്റെ കുഞ്ഞുങ്ങളോ, നിന്റെ സഭയോ, നിന്റെ കൂടപ്പറപ്പുകളോ ഒന്നും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഈ രാത്രി നിങ്ങൾ കേട്ട ദൈവശബ്ദം ദൈവാത്മാവ് നിവർത്തീകരിക്കുന്ന ദൈവമാണെന്ന് ഞാൻ പറഞ്ഞാൽ അവൻ എത്ര പേര് ഈ രാത്രി കർത്താവിന് നന്ദി പറയും? കാരണം വചനം പറയുന്നു, ആരുടെ സപ്പോർട്ട് കൊണ്ടല്ല അവൻ ഈ ശിമ്യോൻ എന്ന മനുഷ്യൻ ആ പട്ടണത്തിനകത്ത് നിന്നത്, ആരുടെ കൈത്താങ്ങൽ കൊണ്ടല്ല. അതിന്റെ നടുവിൽ മനുഷ്യനിരിക്കുമ്പോൾ അകത്തു വീണ ദൈവശബ്ദത്തിന്റെ ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞ. എത്ര പേര് ഈ രാത്രിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അങ്ങനെ ആത്മാവിൽ നിലനിൽക്കുന്നവരുണ്ട്. നിങ്ങളോട് കർത്താവിന് പറയാനുള്ളത്, അതിനെ താമസവനെ നിവർത്തീകരിക്കാൻ ഈ ദൈവം മതിയായ കർത്താവാണ്. വേഗം ഞാൻ മടങ്ങി വരട്ടെ പ്രിയരെ. എന്നാൽ വേറൊരു മനുഷ്യനെ കുറിച്ച് ഞാൻ പറയാം, വേറൊരു മനുഷ്യനെ കുറിച്ച് പറയാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നു. ആ മനുഷ്യൻ യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. അവൻ ആ ഭാഗം എടുക്കണ്ട. യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ലൂക്കോസിൽ പറയുന്നു, ഈ മനുഷ്യൻ കാരാഗൃഹത്തിനകത്തകപ്പെടുമ്പോൾ ഈ മനുഷ്യന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മനുഷ്യൻ വളരെ പ്രത്യാശയോടെ നിന്ന മനുഷ്യനാണ്. പക്ഷെ സാഹചര്യങ്ങൾ അതേ മാറി മറിഞ്ഞപ്പോൾ ഇവൻ പറയുന്നു, ഞങ്ങൾ മറ്റൊരുത്തരെ കാത്തിരിക്കണമോ? ഇസ്രായേലിനെ രക്ഷിപ്പാനുള്ളവൻ നീയാണോ? ചോദിച്ച ചോദ്യം. അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണം? പക്ഷെ കർത്താവ് പറഞ്ഞ കാര്യം അവസാനം പറഞ്ഞു വരുമ്പോ കർത്താവ് പറഞ്ഞ ഭാഗം ഇങ്ങനെയാണ്, എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, വാക്ക് വായിക്കണം. അവൻ ലൂക്കോസിനുണ്ട്. അവൻ എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ പല സാഹചര്യങ്ങളെ കണ്ട് ഇടറിപ്പോകാൻ സാധ്യതയുള്ളവരാണ്. ആമേൻ.
ഹല്ലേലൂയ. വലിയ പ്രത്യാശയോടെ കാത്തിരുന്ന മനുഷ്യൻ ഇന്ന് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, ആമേൻ, ഞാൻ പറഞ്ഞ വ്യക്തമാകുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആമേൻ, പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഓക്കെ, സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ട മനുഷ്യൻ വഴികാട്ടിയ, യോഹന്നാൻ വഴികാട്ടിയ, സാധാരണ മനുഷ്യനല്ല, വഴികാട്ടിയായ മനുഷ്യൻ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ ആള് കഴിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ വേറൊരുത്തനെ കാത്തിരിക്കണോ, നീ തന്നെയോ. നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിനക്ക് കൺഫ്യൂഷൻ വരുന്ന സമയങ്ങളുണ്ട്. നിന്റെ വിശ്വാസ ജീവിതത്തിൽ, നിന്റെ ആത്മീക മണ്ഡലത്തിൽ നിനക്ക് സംശയങ്ങൾ വരാൻ സാധ്യതയുള്ള മണ്ഡലമുണ്ട്. എന്നാൽ അവിടെയാണ് ഈ ആത്മാവിൽ ഉറച്ചു നിൽക്കേണ്ടത്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ഞാൻ ആ വാക്യവുമായി ബന്ധപ്പെട്ട് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു അതിശ്രേഷ്ഠനായ മനുഷ്യൻ, ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ, ആമേൻ, പറഞ്ഞൊരു പദത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ 15-ാം അധ്യായത്തിൽ ആ മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യം, അവൻ വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യമാണ്. ഉൽപ്പത്തി 15-ൽ ആ മനുഷ്യൻ പറയുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. വായിച്ച് അതിന്റെ 15-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങൾ, 5 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച്. സമയമില്ലാത്തോട്ട് വേഗം ഞാൻ ഓടിച്ചു വരുന്നു. ആമേൻ, ജീസസ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ, ആമേൻ, സ്തോത്രം, ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. ഒന്ന് വായിച്ച് സഹായിച്ച നന്നായിരുന്നു. ആ ഭാഗം കുറച്ച്. അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമേശക്കുകാരനായ ഈ ഏലിയാസറത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നുവെന്നും അബ്രാം പറഞ്ഞു. അവൻ നിന്റെ അവകാശി ആകെയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുവന്നു. നീ ആകാശത്തേക്ക് നോക്കുക. അധ്യായത്തിനകത്ത് ഒരു മനുഷ്യൻ ഊരെന്ന കൽദയ ദേശത്ത് നിൽക്കുമ്പോൾ ദൈവം അവനെ വിളിച്ചു. ആ മനുഷ്യനെ ദൈവം പുറത്തേക്ക് കൊണ്ടുവരിക. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വാക്കേറ്റവും ശ്രദ്ധേയമാണ്. ആ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്ന്, നല്ല അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലം എന്ന് പറയുമ്പോൾ അബ്രഹാം പറയുകയാണ്, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? വിളിച്ചത് ദൈവമാ, ഇറക്കിയതാ ദൈവം. ഈ മനുഷ്യൻ അവൻ പരിമിതിയെ കണ്ടിട്ട് ചോദിക്കുക, ദൈവമേ, എന്ത് എനിക്ക് തരും? കാരണമുണ്ട്. കാരണം ആ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവകാശം, ആമേൻ, എന്റെ അവകാശത്തിലേക്ക് ദമ്മേശക്കുകാരനായി ഈ ഏലിയാസത്തെ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിന്റെ അവകാശത്തിലേക്ക് ഒരുത്തനും കയറത്തില്ല. നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള, നിന്റെ തലമുറയെ കുറിച്ചുള്ള അവകാശത്തിലേക്ക് ഒരുത്തനും കയറി വരത്തില്ല. വിളി കേട്ട നീ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ഈ മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് തന്റെ ജീവിതത്തിൽ നടത്തിയ വഴികളെ അവൻ ചിന്തിച്ചിട്ട് പറയുക, എനിക്ക് എന്ത് കിട്ടും കർത്താവേ? അവൻ കാരണം ഞാൻ മക്കളില്ലാത്തവനാണ്, എന്റെ അവകാശം അന്യാധീനം വിട്ടുപോകുമെന്ന് പറഞ്ഞു നിലവിളിച്ച് ദൈവത്തോട് പറയുമ്പോൾ ദൈവം അവരെ പുറത്തേക്ക് കൊണ്ടുപോയി. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പറയാം, ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ പരിശോധനകളിൽ നീ തളർന്നു പോകരുത്. വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ നീ അവിശ്വസിക്കരുത്. വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്നെ വിളിച്ച കർത്താവിനെ നീ മറക്കരുത്. ഈ രാത്രി ഞാൻ പറയാം, വിശ്വാസത്തിന് പരിശോധനയുണ്ട്. അതിന്റെ നടുവ് ദൈവത്തിന് ഇറക്കി വിടുമ്പോൾ ഓർത്തുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. ഈ മനുഷ്യൻ പറയുക, എനിക്ക് ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് തലമുറ കിട്ടുമോ? എനിക്കിതിനകത്ത്, ആമേൻ, സ്തോത്രം, എന്താണ് കർത്താവ് എനിക്കിതിനകത്ത്, ആമേൻ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്, നീ എന്നെ വിളിച്ചിറക്കിയ വിഷയത്തിന് മറുപടി ലഭിക്കുമോ എന്നറിയാൻ വയ്യാതെ ജീവിതത്തിന്റെ അകത്ത് വല്ലാത്തൊരു സാഹചര്യത്തിന് നടുവിൽ അബ്രഹാം നിൽക്കുമ്പോ ദൈവം അബ്രഹാമിനോട് പറയുന്നു, നിനക്ക് തലമുറ ഉണ്ടാകുമെന്ന് മാത്രമല്ല, നിന്റെ തലമുറ, അതേ സ്തോത്രം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ.
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ പറഞ്ഞതാണ്, ദൈവമേ വരുവാനുള്ളവൻ നീയാണോ, ഞങ്ങൾ കാത്തിരിക്കണം. ചില ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇറങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര ഉത്സാഹമാണ്, വളരെ ആവേശമാണ്. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോ കാത്തിരിപ്പം മാറും. മാറി മാറിയുള്ള പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ തന്റെ കാത്തിരിപ്പുകൾ മാറും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വരുന്നില്ല, കാത്തിരിപ്പ് മാറും. കാരണം സാഹചര്യങ്ങളിലേക്ക് ഊന്നിപ്പറയും. ഞാൻ ദൂത് വ്യക്തിപരമായിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറാം. ആമേൻ, സ്തോത്രം. ദൈവം ആമേൻ യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ പറയുന്നു, കർത്താവേ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയി, ഞങ്ങൾ ക്ഷീണിച്ചു പോയി. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഒരു മനുഷ്യൻ ഒരു പട്ടണത്തിൽ തളർന്നു വീഴുമ്പോൾ മറ്റു മനുഷ്യൻ താൻ കേട്ട ദൈവശബ്ദത്തെ ആത്മാവിൽ കത്തിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തിൽ ഒരാൾ വീണുപോകാം, എന്നാൽ നിന്റെ കുടുംബത്തിൽ നീ എഴുന്നേൽക്കണം. ആമേ, നിന്റെ കൂടെ സഭയിൽ ഒരാൾ തകർന്നു പോകാം, പക്ഷെ നീ തകർന്നു പോകരുത്, നീ എഴുന്നേൽക്കണം. അവൻ ഇന്ന് രാത്രി നീ എഴുന്നേറ്റാൽ ദൈവം നിന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ മതിയായ ദൈവമാണ്. ആമേൻ. ഈ മനുഷ്യൻ അവിടെ നിന്ന് അബ്രഹാം പറയുമ്പോൾ അബ്രഹാമിന് ദൈവം പറഞ്ഞു, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. കാരണം ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു, വ്യാജൻ പറയാൻ ദൈവം മനുഷ്യനല്ല, മനുഷ്യപുത്രനല്ല. ദൈവത്തിന്റെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിവർത്തീകരിക്കുന്ന മനുഷ്യനാണ്. ആ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 15-ാം അധ്യായം അതിന്റെ 3 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മ പറഞ്ഞ ദൈവശബ്ദം പറഞ്ഞ് വേഗം ഞാൻ മടങ്ങി വരട്ടെ. സ്തോത്രം. ആമേൻ. എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ദാസൻ എന്റെ അവകാശിയാകുന്നുവെന്നും അബ്രഹാം പറഞ്ഞു. അവൻ അവകാശിയാകയില്ല, നിന്റെ പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. എന്ന് പറഞ്ഞാൽ നിന്റെ അകത്തുനിന്ന് പുറപ്പെടുമെന്ന് തന്നെ നിന്റെ അവകാശത്തിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് മകൻ നിന്റെ ജീവിതത്തെ കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച്, അവൻ നിങ്ങളുടെ വ്യക്തിപരമായ സാഹചര്യത്തെ കുറിച്ച് ആത്മാവിൽ പ്രവചിച്ചു പറയാം. നിന്റെ അകത്ത് കിടക്കുന്ന വായ്ദത്തം ജീവൻ വെക്കും. നിന്റെ അകത്ത് കിടക്കുന്ന വായ്ദത്തം ജീവൻ വെക്കും. മാത്രം അത് ജഡമെടുത്ത് പുറത്തേക്ക് വരുമെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിന് കൈമാറുന്നത് ദൈവം പറഞ്ഞ ദൂതിനെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ ദൂതിനെ നിവർത്തീകരിക്കുന്ന, ജീവിപ്പിക്കുന്ന ഈ കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആത്മാവ് ഞാൻ പറയുന്നു സഹോദരങ്ങളെ, ദൈവം ഇന്ന് രാത്രി ചിലർ നോക്കി പറയുന്നു, ഈ ദൈവം മരിച്ചവനല്ല, ജീവിപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിന്റെ അകത്ത് കിടക്കുന്ന ദൈവശബ്ദത്തെ ജീവനുണ്ടായി പുറത്തു കൊണ്ടുവന്ന് അത്ഭുതം സൃഷ്ടിക്കാൻ ഈ ദൈവത്തിന് കഴിയും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേര് ആത്മാവിൽ ആമേൻ പറയും ദൈവത്തിന്റെ മുമ്പാകെ? നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ തലമുറകളെ കുറിച്ച്, നിന്റെ സഭയെ കുറിച്ച്, നിന്റെ ദേശത്തെ കുറിച്ച്, നിന്നെ കുറിച്ച് ദൈവം പറഞ്ഞ ദൈവശബ്ദത്തെ അതിനകത്ത് ജീവൻ വെപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർ പറയും, എന്റെ ദൂത് കേട്ടുകൊണ്ട് അതുപോലെ തീർന്നു പോകാനുള്ളവളല്ല, അതുപോലെ തീർന്നു പോകാനുള്ളവനല്ല. എന്റെ ദൂതിനകത്ത് ദൈവം പറഞ്ഞതിനെ ജീവൻ വെപ്പിച്ചതിനെ പുറത്തു കൊണ്ടുവന്ന് എന്റെ കണ്ടുകൊണ്ട് ഞാൻ കാണിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എത്ര പേര് രാത്രി ആമേൻ പറയും ദൈവത്തിന് മുമ്പാണ്? എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്, അവൻ നിന്നോട് പറഞ്ഞ ദൂത് ഒന്നുപോലും തെറ്റത്തിന്റെ, ഒരു അണവിട പോലും തെറ്റിപ്പോകാതെ നിവർത്തീകരിച്ച് നിന്നെ മാനിക്കാൻ കരുത്തുള്ള ഈ ദൈവം അവൻ ഇന്ന് രാത്രി നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തളർന്നു പോകരുത്, തകർന്നു പോകരുത്, ഉടയപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി ആവിശ്വസിക്കരുത്. ദൈവത്തിന്റെ ആത്മ പറയുന്നത്, നീ ആവിശ്വസിക്കരുത്. നിന്റെ ദൂതിനെ ജീവൻ വെപ്പിക്കാൻ കരുത്തുള്ളവൻ നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഉണ്ടെന്ന് പറഞ്ഞു. ഒരുപക്ഷെ നീ ആയിരിക്കുമെന്ന് ജീവിത സ്ഥാനത്തായിരിക്കാമായിരിക്കുന്നത്, ഒരുപക്ഷെ നിന്റെ കുടുംബം നിർജീവമായ അനുഭവത്തിലായിരിക്കാമായിരിക്കുന്നത്, സാമ്പത്തികളാൽ തകർക്കപ്പെട്ടവരായിരിക്കാം, രോഗത്താൽ തകർക്കപ്പെട്ടവരായിരിക്കാം, ജീവിതത്തിന്റെ അകത്ത് വല്ലാത്ത വഴിമുട്ടിയവരായിരിക്കാം. പക്ഷെ ഈ രാത്രി ആത്മാവിനെ കൈമാറുന്നത് നിന്റെ അകത്ത് കിടക്കുന്ന ദൈവശബ്ദം അത് ജീവൻ വെപ്പിച്ച് അത് അത്ഭുതം ചെയ്യാൻ മതിയായ ദൈവമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ അവിടെ വെച്ച് അബ്രഹാം പറയുമ്പോൾ സാധ്യതകളില്ല. പക്ഷെ ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാനാ നിന്നോട് പറയുന്നത്, ഞാനാ നിന്നോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് പറഞ്ഞു, നിന്റെ വിഷയം ഏതുമാകട്ടെ, പക്ഷെ ഇന്ന് രാത്രി ആത്മ പറയുകയാണ്, അതിനകത്ത് ചലനം സൃഷ്ടിക്കാൻ ദൈവം മതിയായവരാ. ഹല്ലേലൂയ. ദൈവം മതിയായ ദൈവമാണ്.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ പിടിച്ചു വരിഞ്ഞു കെട്ടുന്ന, നിന്നെ ഒതുക്കി നിർത്തുന്ന, നിന്റെ ജീവിതത്തിന്റെ അകത്ത് നിന്നെ തടഞ്ഞു നിർത്തുന്ന ഏതെല്ലാം മേഖലകളുണ്ടെങ്കിലും, ഏതെല്ലാം സാധാന്യ അധികാരങ്ങളുണ്ടെങ്കിലും, ഏതെല്ലാം ലോകമണ്ഡലങ്ങളുണ്ടെങ്കിലും, ഏതെല്ലാം വാഴ്ചകളുണ്ടെങ്കിലും, ഇന്ന് രാത്രി നീ വിശ്വസിക്കേണ്ടത് അവന്റെ വാഴ്ചയുടെ അധികാരത്തെ കുറിച്ചല്ല, നീ കേട്ട ദൈവ ശബ്ദത്തിന്റെ അധികാരത്തെ കുറിച്ച് ഇന്ന് രാത്രി വിശ്വസിച്ച് മുഴങ്ങാൻ നടക്കുക. ദൈവം അതിന് നിന്റെ മുമ്പിൽ തകർത്ത് കളയുന്ന ദൈവമാണ്. അർച്ചന 100 വയസ്സുള്ള ഒരു മനുഷ്യൻ, 90 വയസ്സുള്ള ഒരു സഹോദരി, ആ മാതാവ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവരുടെ നിർജീവത്വം അവർ ഗ്രഹിച്ചു എന്ന് അവിടെ വായിക്കുന്നു. അവർ നോക്കുമ്പോൾ അവരുടെ സാഹചര്യം വ്യക്തമായി അറിയാം. പക്ഷെ ഇവർ വിശ്വസിച്ചപ്പോൾ ദൈവം അവർക്ക് നീതിയായി കണക്കിട്ടു എങ്കിൽ ഈ രാത്രി ആരോട് ദൈവം പ്രവചിക്കുകയാണ്. ഇന്ന് നോക്കുമ്പോൾ നിനക്കൊരു സാധ്യതയുമില്ല. പക്ഷെ പ്രവാചകൻ പറയുന്ന ദൈവശബ്ദം എനിക്ക് ആത്മാവ് തിരിച്ചറിയുന്നുണ്ട്. അവൻ കാറ്റ് കാണുകയില്ല, അതേ സ്വന്തം അതേ കാടും അത് മേഘം കാണുകയില്ലായിരിക്കാം. പക്ഷെ കുഴികളെ വെട്ട് തയ്യാറാക്കുന്നുണ്ട്. ഇന്ന് രാത്രി എന്തുവല്ല മാനദണ്ഡം? അതിന്റെ മാനദണ്ഡം പുറമേ ഉള്ളതൊന്നല്ല, യേശുവാണ്, വിശ്വാസമാണെന്ന് ഇന്ന് രാത്രി ബോധ്യമാകുന്നവരാമേ പറയട്ടെ. ആമേൻ. ഇന്ന് രാത്രി കാറ്റ് കാണാതിരിക്കുമ്പോൾ, സാഹചര്യങ്ങൾ ഒന്നും കാണാതിരിക്കുമ്പോൾ ദൈവം പറയാ, കുഴിവെട്ട് നിറയ്ക്കുന്നത് ഞാനാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ശുശ്രൂഷയ്ക്ക് നിറവ് തരുന്നത് ഞാനാ, നിന്റെ ഭവനത്തിൽ നിറവ് തരുന്നത് ഞാനാ. അത് കാറ്റ് നോക്കിയ പറ്റുകയില്ല കുഞ്ഞെ, അത് സാഹചര്യം നോക്കിയ നടക്കുകയില്ല കുഞ്ഞെ, അത് പരിമിതി നോക്കി നടക്കുകയില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങളെ, അവൻ ദൈവദാസൻ നമുക്ക് കൈമാറാം. അതെ, ദൈവം പറഞ്ഞത് സാധ്യത കണ്ടിട്ടല്ല, സാധ്യതയ്ക്കപ്പുറം അസാധാരണതയോ പ്രവൃത്തിയുണ്ട്. ആരോട് ദൈവം പ്രവചിച്ചു പറയുകയാണ്, ഇപ്പൊ നിനക്ക് നോക്കുമ്പോൾ ഒരു സാധ്യതയും ഇല്ല. പക്ഷെ ദൈവാത്മം പ്രവചിച്ചെന്നോട് പറയുന്നത്, നിന്റെ അസാധ്യതകളെ സാധ്യതയാക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ അസാധ്യതകളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജീവിതത്തിന്റെ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം, നിന്റെ ശുശ്രൂഷയുടെ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം, നിന്റെ തലമുറയുടെ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം. അവൻ ഇന്ന് രാത്രി അതിന്റെ ദൂതിനെ സ്വീകരിച്ചാൽ ഏത് അസാധ്യതയുടെ നടുവിലും സാധ്യമാക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കപ്പെടുകയാണ്. യെസ്, അവൻ നന്ദി പറഞ്ഞ് ദൈവത്തോട് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ തയ്യാറാകുന്നെങ്കിൽ ആത്മാവിനാമേ പറ. ഇതിന്റെ അതിവേഗത്തിനോടുന്ന ദൈവശക്തി, അതിവേഗത്തിനോടുന്ന ദൈവപ്രവൃത്തി, അതിവേഗത്തിനോടുന്ന ദൈവശക്തി ഇന്ന് രാത്രി സംഭവിക്കുമെന്ന് ആത്മാവിൽ കൈമാറിയ. യെസ് ലോർഡ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി തയ്യാറാകുന്നു. ദൈവാത്മാവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വരികയാണ്. ആരും കരയുന്ന രാത്രിയിൽ ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വരികയാണ്. ദൈവാത്മാവിനോട് പറയുന്നു, ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എന്റെ മകൾ വയ്യാതെ കിടക്കുകയാണ്, നീ വീട് വരെ ഒന്ന് വേണം വരണം. ഈ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് അവൻ നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന അവൻ ചരിത്രം ഞങ്ങൾക്കില്ല. എന്നാൽ ഈ സ്ത്രീ പോയിട്ടുണ്ടോ, അവൻ കരഞ്ഞുകൊണ്ട് യേശുവിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇല്ല കർത്താവേ, അവൻ മക്കൾ തിന്നുന്നതിന്റെ അപ്പക്കഷ്ണങ്ങൾ അവൻ സ്വന്തം നായ്ക്കുട്ടികൾ തിന്നുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ സ്തോത്രം, അതേ സ്തോത്രം എന്റെ കുഞ്ഞുമകൾക്ക് അവൾ വയ്യാതെ കിടക്കുക, അവൻ യേശുവെ നീ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞപ്പോൾ അവളോട് യേശു പറഞ്ഞതാണ്, അതെ നീ വീട്ടിലേക്ക് പോകുക. അവൻ ദൂരെയാണ് വീട്, പക്ഷെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. അവൾ കണ്ട കാഴ്ച, അവളുടെ മകൾ സൗഖ്യത്തോടെ ഇരിക്കുക. ഞാനിന്ന് രാത്രി പറയട്ടെ, ആമേൻ. യേശു പറഞ്ഞ പദം അവൾ വിശ്വസിക്കുന്ന ആ സമയത്ത്, യേശു പറഞ്ഞ കാര്യം വിശ്വസിക്കുന്ന ആ സമയത്ത് അവളുടെ ലൈഫിനകത്ത് ദൈവപ്രവൃത്തി ഉണ്ടായി. അവളുടെ കുഞ്ഞിന് സൗഖ്യമായി. ഇന്ന് രാത്രി നിന്റെ ഏത് വിഷയമാകട്ടെ, ഏത് സാഹചര്യമാകട്ടെ, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവം പറയുകയാണ്, അവൻ അതിവേഗം ചലിപ്പിക്കുന്ന ദൈവകൃപയുണ്ട്. അവൻ നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ചലിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് മറക്കരുത്. സാധ്യത കണ്ടിട്ടല്ല ഞാൻ നീ ഓടിയത്, അവൻ സാഹചര്യം കണ്ടിട്ടല്ല മുന്നോട്ട് പോകുന്നത്. അവൻ നിനക്കൊരു കാര്യം അറിയാമെങ്കിൽ, നിന്റെ ദൈവം ആരാന്ന് ബോധ്യം നിനക്കുണ്ടെങ്കിൽ, ഇന്ന് രാത്രി അസാധ്യതയുടെ അകത്തേക്ക് യേശു ഇറങ്ങുകയാണ്.
ഓ റക്കമ നാചാസിയ അർത്ഥമന വൈദരക്ഷ. ഒരു മുടന്തനായ മനുഷ്യനെ കണ്ടിട്ട് അവൻ ലോകം മുഴുവനും പറഞ്ഞു ഇവൻ ഭിക്ഷക്കാരനാണ്, ഓ കുരുടനായ ഭിക്ഷക്കാരനാണ്. പക്ഷെ യേശു അവനെ സൗഖ്യമാക്കിയപ്പോൾ ജനം ചോദിക്കുകയാണ്, നീ എന്തായിരുന്നു ഭിക്ഷ ചോദിച്ചു കൊണ്ടിരുന്നത്? അവൻ പറഞ്ഞു, നീ എങ്ങനെയാ സൗഖ്യമായത്? ഈ മനുഷ്യൻ പറഞ്ഞു, യേശു എന്നെ സൗഖ്യമാക്കുന്നതാണ്. ഞാൻ ഇന്ന് രാവിലെ പറയാൻ ആഗ്രഹിക്കുന്നത്, അവന്റെ സാഹചര്യത്തെ അവൻ കണ്ടുകൊണ്ടിരുന്നത് അവൻ ഒരു നല്ല ബലഹീനനായിട്ടാണ്. പക്ഷെ ദൈവം അവന് സൗഖ്യമാക്കിയപ്പോൾ സാക്ഷ്യത്തോടെ പറയുന്നു, യേശു എന്നെ സൗഖ്യമാക്കിയതാണ്. ഞാൻ രാത്രിയിൽ അവന്റെ വാക്കുകൾക്ക് പരിമിതി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ രാത്രി എന്നോട് പറയാൻ പറഞ്ഞ ദൂതാണ്, അവൻ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ ഉള്ളിനകത്തൊരു ചിന്ത, വർഷങ്ങളായി കാത്തിരുന്നിട്ട് ഇനി നസ്രയത്തിൽ ഒന്നും സംഭവിക്കത്തില്ല, കാലങ്ങൾ കഴിഞ്ഞുപോയി, ഇനി ഒന്നും നടക്കുകയില്ല എന്ന് പറയുമ്പോഴാണ് അവൻ പ്രവാചകനായ മീഖ പറഞ്ഞ ദൈവശബ്ദത്തെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്. ആ മനുഷ്യൻ വന്നിട്ട് പറയുന്നു, ഞങ്ങൾ ന്യായപ്രമാണത്തിനകത്ത് പറഞ്ഞവനെ കണ്ടു, ന്യായപ്രമാണത്തിനകത്ത് പറയപ്പെട്ട ഒരുത്തനെ കണ്ടു. നിങ്ങൾക്കൊരു ദൂത് ഞാൻ പറയാം, രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ കൈമാറാം. ആ രണ്ട് കാര്യങ്ങൾ രണ്ട് വ്യത്യസ്തമായ ദൂതുകളാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ അവിടെ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, അവിടെ അവൻ എടുക്കട്ടെ, ഞാൻ പറയാം, വേഗം പറയാം. അവിടെ ഒരു മനുഷ്യൻ സാഹചര്യത്തിന്റെ സമ്മർദ്ദം വന്നപ്പോൾ ചോദിക്കുകയാണ്, ദൈവമേ, അതേസമയം ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിന് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. ഗിദെയോൻ എന്ന് പറയുന്ന മനുഷ്യനോട് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഗിദെയോൻ ചോദിക്കുന്ന ഗിദെയോനെ കൊണ്ട് അത്ഭുതം ചെയ്യിപ്പിച്ചു ദൈവം. കേൾക്കുന്നു നിങ്ങൾ? എത്ര പേര് ആമേൻ പറയും? ചോദിച്ചവനെ കൊണ്ട് അത്ഭുതം ചെയ്യിപ്പിച്ചു. ഹല്ലേലൂയ. ചോദിച്ചവനെ അത്ഭുതം കാണിച്ചു. യേശുവിന്റെ നാമത്തിൽ എനിക്കറിയില്ല, കർത്താവ് ഈ സബ്ജക്റ്റ് പ്രസംഗിക്കാൻ എന്നോട് പറഞ്ഞ്, നിന്റെ വിധിയ വിത്തുകളെ പൊളിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് ആമേൻ പറയും? കർത്താവിനോട് പറയുന്നു, ഗിദെയോൻ ചോദിക്കുക, ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ആ ഗിദെയോനോട് ദൈവം പറഞ്ഞു, നിന്റെ ഈ ശക്തി മതി, പൊക്കോ, നിന്നെ കൊണ്ട് ഞാൻ ചിലത് ചെയ്യിപ്പിക്കാൻ പോകും. എത്തത്താ ജയം. ഹല്ലേലൂയ. അവൻ ഈ മനുഷ്യനെ എഴുന്നേറ്റു. ഈ മനുഷ്യനെ എഴുന്നേറ്റ് യാത്ര ചെയ്യുക. അപ്പോഴാണ് സ്തോത്രം ഒരു സൈന്യം പറയുന്നത്, ഒരു യവത്തപ്പ ഉരുണ്ടു വരുന്നത്. നിങ്ങൾ ആ വാക്യം നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ്. ഞാൻ ആത്മാവിൽ പറയാൻ, ചോദിച്ചവനെ കൊണ്ട്, എന്തുകൊണ്ടെന്ന് ചോദിച്ചവന്റെ കൺമുമ്പിൽ അവനെ കൊണ്ട് തന്നെ അത്ഭുതം ചെയ്യിപ്പിച്ചു. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? നിന്റെ കുടുംബത്തിൽ ആരും അറിയാതെ നീ ചോദിച്ചതിന്, നിന്റെ വീട്ടിൽ ആരും അറിയാതെ നീ കരഞ്ഞത്, ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ, കുഞ്ഞുങ്ങൾ അറിയാതെ, ആരും അറിയാതെ നീ കരഞ്ഞത്, നിന്റെ ജീവിതത്തിൽ നീ കരഞ്ഞതിന്റെ മറുപടിയെ അവൻ പ്രത്യക്ഷമായ നിലകളിൽ തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയും ഇന്ന് രാത്രിയിൽ? എനിക്ക് നിങ്ങളോട് പറയാം, ദൈവാത്മ പറഞ്ഞ ദൂതിതാണ്. പ്രിയരെ, ദൈവാത്മ പറയുന്നു, ഗിദെയോൻ അവിടെ നിരാശനായി നിന്നൊരു സമയമുണ്ട്. പക്ഷെ എപ്പോഴും നിരാശയല്ല, എപ്പോഴും നിരാശയല്ല. എത്ര പേര് ആമേൻ പറയും? സ്തോത്രം. ആമേൻ, ആമേൻ. എത്ര പേർ പറയും എപ്പോഴും നിരാശയല്ല? നിരാശയ്ക്കപ്പുറം ചിലതുണ്ട്. എന്താണ്? നമ്മെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിപ്പിക്കാനാകും. ഹല്ലേലൂയ. എനിക്ക് ആ ദൂത് കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ കൊണ്ട്, വേറെ ആരെ കൊണ്ടും അല്ല, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. നിന്റെ കുടുംബത്തിൽ, നിന്റെ ദേശത്ത് കരഞ്ഞത് ആരാണോ അവരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നത്. വില കൊടുത്തത് ആരാണോ അവരെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നത്. എത്ര വലിയ പ്രവാചകന്മാരും നടക്കത്തില്ല. നിന്നെ കൊണ്ടൊരു നിയോഗമുണ്ടെങ്കിൽ, ഒരു പട്ടണത്തെ കുറിച്ച്, ദേശത്തെ കുറിച്ച് ഒരു നിയോഗമുണ്ടെങ്കിൽ നിന്നെ കൊണ്ടേ നടക്കത്തുള്ളൂ. എത്തത്താ ജയം. ആമേൻ, ഹല്ലേലൂയ. നാം ഇന്ന് രാത്രിയിൽ ഭയങ്കര ഒരു ദൈവശബ്ദത്തിന്റെ അകത്തേക്കാണ് എന്നോട് ദൈവം പറഞ്ഞ, നിന്നോട് കർത്താവ് നിങ്ങളോട് പറയാൻ, ആമേൻ, മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, ദൈവം പറഞ്ഞത് നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്താ ഞാൻ പ്രസംഗിക്കണം? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ ഇത് പ്രസംഗിക്കുക. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നത്, ആമേൻ, നസ്രയത്ത് പട്ടണത്തിൽ സാധ്യതയില്ലായിരുന്നു. എന്നാൽ അക്കമിട്ട് പറയാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. നസ്രയത്തിനെ കുറിച്ച് ലോകം പറഞ്ഞു, പ്രഭുക്കന്മാരുടെ അടുക്കൽ വരില്ല നസ്രയത്ത്, ചെറുതാണ്. ആമേൻ. ഉന്നതന്മാർ ഒത്തിരി പേരുണ്ടായി. എന്ന ദൈവാത്മ പറഞ്ഞു, നിന്നെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നെ കേൾക്കുന്ന മാതാക്കളെ, സഹോദരങ്ങളെ, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നസ്രയത്തിനെ കുറിച്ച് ചെറുതെന്ന് പറഞ്ഞാലും അതിനകത്തുനിന്ന് വരുന്നവൻ ചെറുവനല്ല. ഓ, ഒരുപക്ഷെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം കാണത്തില്ല, നിങ്ങൾക്ക് യോഗ്യത കാണത്തില്ല, നിങ്ങൾക്ക് ഒരു പഠിപ്പ് കാണത്തില്ലായിരിക്കും, നിങ്ങൾക്ക് വലിയ സ്ഥാനം കാണത്തില്ല. പക്ഷെ നിന്റെ തലമുറ
രക്തത്താ ജയം. നിന്റെ ആത്മീക തലമുറകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ അഭിഷേകത്തിനകത്ത് നിന്നാ നീ പറയട്ടെ, നിന്നിലൂടെ വരുന്ന ചിലത് നിന്നിലൂടെ പുറത്തു വരുന്ന അസാധാരണമായിരിക്കും. നിന്റെ പട്ടണം ചെറുതായിരിക്കാം. ഞാൻ ഇന്ന് രാത്രിയിൽ 2 കാര്യങ്ങൾ നിങ്ങളോട് കൈമാറാം. അപ്പോസ്തല പ്രവൃത്തികളുടെ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു മനുഷ്യനെ കാണാം. എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു ഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ ഒരു ശബ്ദം കേൾക്കുക. ആ ശബ്ദം കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ കേട്ട ശബ്ദം ഇങ്ങനെയാണ്, അവൻ നീ ഗസയിലേക്ക് പോകുക. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം വേദഭാഗം. ഗസയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ ഗസയിലേക്ക് പോകുക. പക്ഷേ ഗസയിലേക്ക് പോകുവാൻ ദൈവശബ്ദം കേട്ട നസ്രയത്തിൽ നിന്ന് വല്ല വരുമെന്ന് ചോദിച്ച പട്ടണത്തിൽ ഒരുത്തൻ പുറത്തു വന്നു. ശമര്യ പട്ടണം മുഴുവനും ഉണർവിലേക്ക് കൊണ്ടുവന്നു. ആമേൻ. അത് മാത്രം തീർന്നില്ല. ഈ മനുഷ്യൻ ഗസയിലേക്ക് പോകുമ്പോൾ ചിന്തിപ്പിച്ചത് രാജാവിന്റെ അകമ്പടി നായകനായ, നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടോ? സാധാരണക്കാരനല്ലത്. കൊട്ടാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉന്നതൻ. അവൻ സാധാരണക്കാരനായ അതേ ഫിലിപ്പോസിന് മുമ്പിൽ മുട്ടുമടക്കി. അഭിഷേകം. ഞാൻ പറഞ്ഞത് മനസ്സിലായി. നസ്രയത്തിൽ നിന്ന് വല്ല സംഭവിക്കുമെന്ന് ചോദിച്ചവന് മറുപടി, നിന്റെ കുടുംബത്തിനകത്ത് മാറ്റം ഉണ്ടാകുമെന്ന് ചോദിക്കുന്നതിന് മറുപടി, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് ചോദിക്കുന്നതിന് മറുപടി, അതിനെ തെളിയിക്കാൻ ഈ ദൈവം മതിയായ ദൈവമാണ്. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ അറിയാതെ ചിന്തിച്ചു പോയി. കാരണം നസ്രയത്ത് ഏറ്റവും ചെറിയ പട്ടണമാണ്, ഒരു ഫേമസ് പട്ടണമല്ല. അവൻ ചെറിയൊരു പട്ടണം. ആ പട്ടണത്തിൽ നിന്ന് ഉണർവിന്റെ അവൻ ഒരു കൂട്ടം ആളുകളെ പുറത്തെടുത്ത യേശുണ്ട്. നിന്റെ സഭ ചെറുതായിരിക്കും, നിന്റെ വീട് ചെറുതായിരിക്കും, നിന്റെ ജീവിത പശ്ചാത്തലങ്ങൾ ചെറുതായിരിക്കാം. പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ആത്മാവിൽ പറയുന്നു, നിന്റെ പരിമിതിയെ പൊളിക്കുന്നതാണ് നിന്റെ തലമുറ. ഓ റീമി കനാത്താസിയ, നീ ആത്മാവിൽ ജനിപ്പിക്കുന്നവൻ അവൻ അവൻ സഞ്ചരിച്ചതിനേക്കാൾ അപ്പുറപ്പെടുന്നവനായിരിക്കും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? അതിന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും ആ വിഷയത്തിന് വേണ്ടി? ഈ രാത്രി ഞാൻ നിങ്ങളോട് കൈമാറുന്നത്, നീ കണ്ടത് പരിമിതി മാത്രമേ ഉള്ളൂ. പിശാചി കണ്ടത് പരിമിതിയാണ്. പക്ഷെ ദൈവം നിന്നെ കുറിച്ച് കണ്ടത് പരിമിതിയല്ല. ദൈവം നിന്നെ കുറിച്ച് കണ്ടത് സമൃദ്ധിയാണ്. കൃപ. എങ്ങനെ നടക്കുന്നേ? വിശ്വാസത്താൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറഞ്ഞ സമയം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ. സ്തോത്രം. സമയം കഴിയുമ്പോൾ ഒരു ഹായ് കാണിച്ചാൽ മതി. എനിക്ക് ഇങ്ങനെ ചരിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ദൈവത്തിന്റെ വചനം പറയുന്നു, ഫിലിപ്പോസ് ഗസയിലേക്ക് പോകുമ്പോൾ നിർജ്ജന പ്രദേശമാണ്, ആരുമില്ല, വല്ലാത്തൊരു നിർജ്ജന പ്രദേശമാണ്. പക്ഷെ ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു, നീ പോകുക. ഫിലിപ്പോസ് പോകുമ്പോൾ ഒരുത്തൻ രഥത്തിൽ വരിക. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ആ ദൂത് പറയാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയെ നീ തിരിച്ചറിയാൻ തയ്യാറാകുമ്പോൾ ആരുടെ കണ്ണിനും പെടാത്ത ചിലതിന് നിന്റെ മുമ്പിൽ കൊണ്ടിരുന്ന ദൈവമുണ്ട്. രക്തത്താൽ ജയം വെളിപ്പെട്ട് വരട്ടെ. ആമേ. ചിലര് പറഞ്ഞു, നസ്രയത്തിന് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു. എന്നാൽ നസ്രയത്തിന് വരുമോ എന്ന് ചോദിച്ചു. എന്നാൽ തമ്പുരാൻ വെളിപ്പെടുത്തി, നസ്രയത്തിന് വരുന്നത് നീ കണ്ടോ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ആമേൻ. ഇന്ന് രാത്രി നമ്മൾ യഹൂദയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതേ പട്ടണത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉണർന്നു വ്യാപരിക്കാനിടയായത് ആ പട്ടണത്തിൽ നിന്നാണ്. നഥനീയേലിന്റെ അടുത്ത് വന്ന് പറഞ്ഞ ഫിലിപ്പോസ്, ഞങ്ങൾ ന്യായപ്രമാണത്തിൽ കണ്ടവനെ അറിഞ്ഞവനെ കണ്ടെന്ന് പറയുമ്പോൾ ഫിലിപ്പോസ് അറിയത്തില്ലായിരുന്നു. ഫിലിപ്പോസിന്റെ പട്ടണത്തിനകത്ത് നിന്ന് ഒരു മിഷണറി പുറത്തു വരികയാണ്. ആ മിഷണറി ഫിലിപ്പോസ് ആയിരിക്കുന്നു. അവൻ ശമരിയുടെ മന്ത്രവാദങ്ങളെ കെട്ടഴിക്കുന്ന, ശമരിയുടെ ചിത്രപ്രയോഗങ്ങളെ കെട്ടഴിക്കുന്ന ഓരോരുത്തര പട്ടണത്തിൽ നിന്ന് പുറത്തു വരുമെന്ന് ഫിലിപ്പോസിന് അറിയത്തില്ലായിരുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ അഭിഷേകം എന്ന് നിനക്ക് അറിയത്തില്ലായിരിക്കാം, നിന്റെ വിളിയെന്ന് നിനക്ക് അറിയത്തില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി നടക്കിയ നിന്റെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിനും അതിനകത്തുനിന്ന് നിന്നെ നിന്റെ തലമുറയിൽ നിന്റെ സഭയെ പുറത്തു കൊണ്ടുവന്ന് ആദരിക്കാൻ മതിയായ ദൈവം എന്ന് പറഞ്ഞാൽ എത്ര രാത്രി ആമേൻ പറയും. ഹല്ലേലൂയ. ഈ മനുഷ്യനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്,
ഈ ഫിലിപ്പോസ് ആമേൻ സ്തോത്രം ആമേൻ ശമരിയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ഇന്ന് രാത്രി ആരോട് ദൈവാത്മ പ്രവചിച്ചു പറയുകയാണ്, നിന്റെ പട്ടണത്തിൽ എത്രമാത്രം ദുരാത്മാക്കളുണ്ടെങ്കിലും, നീ കാര്യത്തിൽ എത്രമാത്രം അധികാരമുണ്ടെങ്കിലും, നിന്റെ അഭിഷേകത്തോട് അടുത്തു വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറയും ദൈവത്തിന് മുമ്പാകെ. നിന്റെ കുടുംബത്തോട് നിന്നോട് പോരാടുന്ന എത്രമാത്രം ഉണ്ടെങ്കിലും ഇന്ന് രാത്രി നീ അതിനെ തകർക്കുന്ന അഭിഷേകത്തിന് കയറ്. ഇന്ന് രാത്രി നിന്നെ ജയിപ്പിക്കുന്ന ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ എന്നെ ചിന്തിപ്പിച്ച ഭാഗം ഇങ്ങനെയാണ്. എനിക്ക് അറിഞ്ഞൂടെ. ഇന്ന് എനിക്ക് ദൈവശബ്ദം വ്യക്തിപരമായി ദൈവശബ്ദം പറയാൻ ദൈവം തരുന്നില്ല, കോമൺ ആയി പറയാനാ ദൈവം തരുന്നേ. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിനോട് പറയുന്നത് ഇങ്ങനെയാണ്. എന്നോട് ദൈവം ശബ്ദമായി പറയുന്നത് ഇങ്ങനെ വ്യക്തിപരമായി പറയുന്നു. നിന്റെ കുടുംബത്തോട് നിന്നോട് വ്യക്തിപരമായി വാചടിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ എത്ര കരുത്തുള്ളവരാണെങ്കിലും ഇന്ന് രാത്രി ഒരിക്കൽ നിന്റെ അഭിഷേകം അതിനെ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞാൽ, നിന്റെ അഭിഷേകം അതിനെ തകർക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയും ദൈവത്തിന്റെ മുമ്പാകെ. നീ അതിനെ തകർക്കുമ്പോൾ അതിന് ശമരിയ പട്ടണത്തിൽ ഒരു മന്ത്രവാദി ആമേൻ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഫിലിപ്പോസ് ആ പട്ടണത്തെ കാലിൽ വെട്ടുമ്പോൾ അവൻ വചനം പറയുന്നു, അവൻ മന്ത്രവാദി ആ പട്ടണത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പ്രാർത്ഥിക്കുന്ന നീ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ അവൻ കുടുംബത്തിലെ ഭയങ്ങൾ വിട്ടുമാറും. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയെ ഭയപ്പെടുത്തുന്ന, നിന്നെ ഭയപ്പെടുത്തുന്ന സകല അധർമ്മ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി ചാമൽ പൊട്ടിച്ചെറിയാൻ അവൻ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ പകരുമെന്ന് പറഞ്ഞാൽ ഏതുവരെ ആമേൻ പറയും. നിന്റെ കുടുംബത്തെ ഭയപ്പെടുത്തുന്ന സകല മേഖലകളും ഇന്ന് രാത്രി പൊട്ടിമാറും. ആ പട്ടണത്തെ ഭീതിയിലാക്കിയിരുന്നു, അവൻ ദേശങ്ങളെ ഭീതിയിലാക്കിയിരുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ഫിലിപ്പോസ് കാലിൽ വെട്ടിയപ്പോൾ ഭീതിപ്പെടുത്തുന്നവൻ അവൻ ഭീതിപ്പെട്ടുവെങ്കിൽ ഇന്ന് രാത്രി നീ കാലിൽ വെട്ടുമ്പോൾ, നീ ആയിരിക്കുന്ന ദേശത്ത് നിന്റെ അധികാരത്തിനകത്ത് കയറുമ്പോൾ ദൈവത്തിന്റെ ആത്മ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ഇതുവരെ നിന്നോട് പേര് വിളിച്ചത് നിന്റെ മുമ്പിൽ വന്ന് നിന്റെ ഭയപ്പെടാൻ തുടങ്ങും. അവൻ എന്താ കാരണമെന്നറിയാമോ? ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാണ്. എന്തുകൊണ്ടത് സംഭവിച്ചെന്നറിയാമോ? ചോദ്യചിഹ്നമായി നിന്ന അവൻ ദേശത്തിന്റെ നടുവിൽ നിന്ന് ദൈവം ഒന്നിനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അത് അവൻ അസാധാരണമായിരുന്നെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുന്നത് നീ ആയിരിക്കാം, ഒരുപക്ഷെ നിന്റെ തലമുറയായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ദേശ കുടുംബ ബന്ധങ്ങളായിരിക്കാം, ഏത് പറഞ്ഞിട്ട്. പക്ഷെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ ലോകമാറിയത്തക്കവണ്ണമാണ് എഴുന്നേൽപ്പിക്കുന്നത്. ലോകത്തിന് എഴുന്നേൽപ്പിക്കുമ്പോൾ ആരും കാരണമല്ല, അവൻ അധികാരത്തോടെയാണ് എഴുന്നേൽപ്പിക്കുന്നത്. ടൈം എന്ന് പറയാം. ഞാൻ എന്റെ മെസ്സേജ് ചെയ്യാൻ പോകാം. ഇന്ന് രാത്രിയിൽ അവൻ എന്നോട് സംസാരിക്കുന്നു. ഞാൻ അവൻ താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ ഒന്ന് അവൻ ടൈം എന്ന് പറയാമോ? ഞാൻ പരിഹരിക്കുന്ന വേഗം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിനോട് അവൻ ഇന്ന് രാത്രി സംസാരിക്കുന്നു. താങ്ക് യു ഫാദർ ലോർഡ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓ രാമ സെക്കാനാഥാനി അർത്ഥമാ ഷെറ്റാനി അബ്ദാന. എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാനിടയാവും. ഞാൻ നിങ്ങളോട് പറയട്ടെ, അബ്രഹാം ദൈവത്തിന്റെ സന്നിധി ചോദിച്ച ചോദ്യം ഇങ്ങനെയാ, ദൈവമേ നീ എനിക്ക് എന്ത് കിട്ടും കർത്താവേ? നീ അല്ലേ എന്നെ ഇറക്കിയത്, നീ അല്ലേ എന്നെ കൊണ്ടുവന്നത്? അവിടെ കൊണ്ട് കേക്കാവോ? പ്രോബ്ലം ഉണ്ട്. 10 മണി വരെയാണ് കേട്ടില്ല. 10 മണി വരെയല്ലേ? ഓക്കെ. സ്തോത്രം. അബ്രഹാം അവിടെ വന്ന് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, ദൈവം എന്ത് കിട്ടുമെന്ന്. പക്ഷെ ദൈവാത്മ പറയുന്നത് അവിടെ നിന്ന് അബ്രഹാമിന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്ത് ഒരു സന്താനത്തെ കൊടുക്കുവാനിടയായെങ്കിൽ നിന്റെ ചോദ്യത്തിന് ദൈവം മറുപടി തരുകയും. 2 ആമേൻ സ്വത്രം ആ പട്ടണത്തെ കുറിച്ച് ചോദിച്ച ആമേൻ ഗിദയോനെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിപ്പിച്ചെങ്കിൽ നിന്നെ കൊണ്ട് ദൈവം ചിഹ്നം ചെയ്യിപ്പിക്കുന്ന കർത്താവാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേൻ ചിലരോട് ദൈവാത്മ പറയുന്നു, ആമേൻ നിന്നെ കൊണ്ട് ദൈവം ഒന്ന് നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ കൊണ്ട് മാത്രമേ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര പേര് ആമേൻ പറയും? ആമേൻ ഈ രാത്രി ദൈവാത്മ പറയും, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം നിർണയിച്ചത് നിന്നെ കൊണ്ടല്ലാതെ വേറെ ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ലെന്ന് ദൈവാത്മ ഈ രാത്രി പറയുന്നു. ആമേൻ ഈ രാത്രി കർത്താവിനോട് പറയും, അതെ വിശ്വസോട് കർത്താവ് പറഞ്ഞു, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ദൈവം പറഞ്ഞത് നിന്നെ കൊണ്ടല്ലാതെ വേറെ ആരെയും കൊണ്ട് ദൈവത്തിന് ചെയ്യിപ്പിക്കാൻ പദ്ധതിയില്ല. യേശു ആ ദൂതനെ സ്വീകരിച്ചോണം. ഇപ്പോഴാ ഞാൻ കണ്ടത്, പക്ഷെ അവൻ ഇപ്പോഴാ ദൈവാത്മ സംസാരിക്കുന്നത്.
കർത്താവ് പറഞ്ഞ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ദൈവം പറയുകയാണ്. അവൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം പദ്ധതിയിട്ടതിനെ നിന്നെ കൊണ്ട് ദൈവത്തിന് ചെയ്യിപ്പിക്കാനുണ്ട്. അവൻ ഈ രാത്രിയിൽ അവനോട് വന്ന് റിസീവ് ചെയ്യുന്നെങ്കിൽ ആമേൻ പറ. ഇന്ന് രാത്രി നിന്നെ കൊണ്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ കൊണ്ട് അല്ലാതെ വേറെ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതുകൊണ്ട് ഇതിനകത്ത് സമർപ്പിക്കുക. ദൈവാത്മാവ് നിന്നെ ഉപയോഗിക്കുവാൻ കരുത്തുള്ളവനാണ്. അവൻ ഇന്ന് രാത്രി മതിയായ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ അവൻ രമണിരാജനോട് പരിശുദ്ധാത്മാവ് രാത്രി സംസാരിക്കും. രമണിരാജനോട് ഇന്ന് രാത്രി കർത്താവ് ഇടപെടുക. പരിശുദ്ധാത്മാവ് രാത്രി എന്നോട് പറയുന്നു, ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല. കർത്താവിന് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല. താങ്ക് യു ഫാദർ. അവൻ സംശയിക്കരുത് ജീവിതത്തിൽ. കർത്താവിനോട് പറയുന്നു, അവൻ വിശ്വാസത്തിൽ ആത്മാവിൽ കയറുക. ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ നന്മയെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഈ അഭിഷേകത്തെ തടുക്കാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് രാത്രി ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. കർത്താവിനോട് പറഞ്ഞു, അതെ, ദൈവത്തിന് തെറ്റു പറ്റത്തില്ല. ദേശത്തിന്റെ അധിപതികൾ നിന്നോട് പോരടിക്കുന്നു. കർത്താവിനോട് പറയുന്നു, അവൻ ഏതൊക്കെ വൈരികൾ നിന്റെ മുമ്പിൽ നിന്നാലും ദൈവം നിന്നെ ജയിപ്പിക്കും എന്ന് പറഞ്ഞാൽ ജയിപ്പിച്ചിരിക്കും. അവൻ പ്രിയാന്റിയോട് കർത്താവ് പറയാം, ജയിപ്പിക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. സംശയിക്കരുത്, നിരാശപ്പെടരുത്. പലപ്പോഴും സംശയങ്ങൾ ആഞ്ഞടിക്കും. സംശയപ്പെടുത്തുന്ന വെല്ലുവിളികൾ നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, കാണാൻ കഴിയാത്ത പലതും നിന്റെ മുമ്പിലുണ്ട്. പ്രതീക്ഷിച്ച പലതും നിന്റെ കൺമുമ്പിൽ കാണാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് രാത്രി പറഞ്ഞ് വിശ്വസിക്കുക. ദൈവാത്മാവിനോട് പറഞ്ഞ് കാറ്റ് കാണാതിരിക്കുമ്പോ കുഴികളെ വെട്ടുവാൻ തുടങ്ങാൻ നീ തയ്യാറാണെങ്കിൽ യേശു ഇന്ന് രാത്രി നിന്നെ തൊടുന്ന രാത്രിയാണ്. യെസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അർത്ഥമാന ഘടകമാന പ്രതീക്ഷിച്ച പലതും നിന്റെ കയ്യിൽ വരാതിരിക്കുമ്പോൾ നിരാശപ്പെട്ടു ഹൃദയം തകർന്നു പോയവരാണ്. പക്ഷെ ദൈവാത്മാവിനോട് പറയുന്നു, ആമേൻ, ദൈവം ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തീകരിക്കാൻ മതിയായി. വിശ്വസിക്കുക. ഹല്ലേലൂയ. തകർന്നു പോകരുത്, ഉടയപ്പെടരുത്. പരിശുദ്ധാത്മാവ് ഈ രാത്രി നിങ്ങളെ തൊടുകയാണ്. ആത്മാവിൽ പ്രാപിക്കാൻ പറ്റുമെങ്കിൽ ഈ രാത്രി അർത്ഥാന ഹസ്മാന ഘടകാധിക അർത്ഥന വൈഡരക്ഷസ്യാന്തൻ വെയിലിയുടെ മുമ്പിൽ നിന്നെ തകർത്ത് കളയാൻ ദൈവത്തിന് ആഗ്രഹമില്ല. പലപ്പോഴും ദൈവമേ തകർന്നു പോകുമോ, ഉടയപ്പെടുമോ, നിരാശനായിരിക്കുന്ന അനുഭവങ്ങൾ ദൈവാത്മാവിൽ. പക്ഷെ ഈ രാത്രി കർത്താവ് പറയുക, ഒരു ദേശത്തിന്റെ പോരും നിന്നെ തകർത്ത് കളയത്തില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, കണ്ണടച്ചിരിക്കുന്നുണ്ട്. ആമേൻ. കർത്താവിനോട് പറയാ, ദേശത്തിന്റെ പോരുകൾ, വൈരികൾ, യുദ്ധങ്ങൾ, ഇതിലൊന്നും നീ തകർന്നു പോകത്തില്ല. പലപ്പോഴും നിന്റെ ഹൃദയത്തിന്റെ ബലം നഷ്ടപ്പെട്ടു പോകുന്നത് പോ, ഹൃദയത്തിന്റെ ബലം ചോർന്നു പോകുന്നത് പോ. പലപ്പോഴും ധൈര്യത്തോടെ നിൽക്കും, പക്ഷെ പലപ്പോഴും ധൈര്യത്തിൽ കയറങ്ങണ്ടാണ് ചോർത്തിക്കളയുന്ന ചില ദുരാത്മമണ്ഡലങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, യേശുവിനെ മുറുകെ പിടിക്കുക. പലപ്പോഴും ഭയത്തിന്റെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലിട്ട് പോരാടുന്ന മേഖല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. എന്നാൽ ഭീതിയുടെ ആത്മാവല്ല, ഇന്ന് രാത്രി ധൈര്യത്തിന്റെ ആത്മാവാണ് യേശുവിന്റെ ആത്മാവ്. ഞാൻ മ്യൂട്ട് ഒന്ന് മാറ്റിയാൽ നന്നായിരുന്നു കേട്ടോ. ഞാൻ വചന പ്രസംഗം നിർത്തും. ആമേൻ. കർത്താവ് ആ മ്യൂട്ട് ഒന്ന് മാറ്റി. ജീസസ്. ഹല്ലേലൂയ. മ്യൂട്ട് മാറ്റി. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നു? വോയിസ് ഓപ്പൺ ആക്കി. കർത്താവിനോട് പറയുന്നത്, ആമേൻ, പലതിനോടും പോരാടി തകർന്നു പോയ ഒരാളാണ്. പലതിനെ ജയിച്ചു കയറാൻ കഴിയാതെ നിങ്ങളെ വല്ലാതെ ആമേൻ നിരാശപ്പെടുത്തുന്ന ഒരു മേഖലയുണ്ട്. ഞാൻ പറഞ്ഞ ശരിയാണോ തെറ്റാണോ?
അവൻ ആത്മാവനോട് അങ്ങനെ പറയുന്നത്. നിരാശപ്പെട്ടു പോയ മനുഷ്യനാണ് നിങ്ങൾ. ജയിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾ. മതി. എന്നോട് ദൈവം പറഞ്ഞ പലതിനോട് പോരാടി പോരാടി അതേ തളർന്നു പോയ ആളാണ്. അങ്ങനെ എന്നോട് പറയുക, തളർന്നു പോയ ആളാണ്. അസാധാരണ വെല്ലുവിളിയാണ് നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്നത്. ഒരു യുദ്ധക്കളത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു ഫൈറ്റിങ്ങിന്റെ നടുവിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാ പക്ഷേ ദൈവം പറയുന്ന ഒരു ഫൈറ്റിങ്ങിന്റെ നടുവിലാണ് നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയം. ഒരു ഫൈറ്റിംഗാണ്. പക്ഷെ പലപ്പോഴും നിങ്ങൾ ക്ഷീണിച്ചു പോകുന്നു, കൃപ ചോർന്നു പോകുന്നു, അഭിഷേകം ചോർന്നു. ഹല്ലേലൂയ. ജയിക്കാൻ പലപ്പോഴും ത്രാണിയില്ലാതാകുന്ന അനുഭവങ്ങൾ ദൈവാത്മാവിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ പറയാമോ, ഒരു ശത്രുവിന്റെയും ബലിയാടാകാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ഒരു ഇരുട്ടിന്റെ അധികാരങ്ങൾ തകർന്നു പോകാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. കർത്താവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നു, ദൈവം അവൻ തകർന്നു പോകാനല്ല നിങ്ങളെ വിളിച്ചത്. അതിന്റെ നടുവിൽ ജയത്തോടെ അവൻ ബലത്തോടെ എഴുന്നേൽക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും അഭിഷേകം ചോർന്നു ദൈവം എന്നെ കാണും. കർത്താവിനോട് പറയുക, അഭിഷേകം ചോർന്നു പോകുക. ഒരിക്കലും അവൻ അഭിഷേകത്തെ ചോർത്തുവാൻ ഹൃദയത്തെ വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അഭിഷേകമുണ്ട്, പക്ഷെ ചോർന്നു പോകുക. ആ ഹൃദയത്തിന്റെ സ്പന്ദനം നഷ്ടപ്പെട്ടു പോകുക. അവൻ ഇന്ന് രാത്രിയിൽ അവൻ ഞാൻ പറയുന്നു, എന്നെ ശക്തരാക്കും, ഞാൻ സകലത്തിനും മതിയാക്കുന്നു. അവൻ ദൈവത്തെ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി എങ്ങനെയൊക്കെ സമയമാണ്, ഇതിനൊക്കെ സമയമായി, എഴുതേക്കാൻ സമയമായി. അനേകരെ തകർത്ത പട്ടണമാണ് നിന്റെ പട്ടണം. അനേകരെ ഉടച്ചുള്ള പട്ടണമാണ് നിന്റെ പട്ടണം. അർത്ഥം വൈഡരാജകം ധനം, വൈശസ്യാധനം, അനേകരെ ഇല്ലാതാക്കി കളഞ്ഞ പട്ടണമാണ് നിന്റെ പട്ടണം. എന്നാൽ ആ പട്ടണത്തിന്റെ നടുവിൽ നീ തകർന്നു പോകാനല്ല ദൈവം വിളിക്കുന്നത്. നിന്നെ നിന്ദാപാത്രമാക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. അതിന്റെ നടുവിൽ ഹാസ്യമാക്കാനല്ല ദൈവം വിളിച്ചത്. നിന്നെ വിളിച്ചത് ശ്രേഷ്ഠതയോടെയാണെന്ന് ആത്മാവ് കൈമാറുന്നു. ഓ, പോരാടി പോരാടി പലരും വീട് പോയ ഒരു പട്ടണത്തെ ആത്മാവനെ കാണിക്കും. പോരാടി പോരാടി തകർന്നു പോയ ഒരു പട്ടണത്തെ ആത്മാവനെ കാണിക്കും. അനേകർ വീട് പോയ ഒരു പട്ടണം. എന്നാൽ അസ്ഥികൂമാരത്തിനകത്ത് സൈന്യത്തെ ഉളവാക്കിയ ദൈവമുണ്ട്. ദൂതിനെ സ്വീകരിക്കാൻ പറ്റും, സ്വീകരിച്ചു. അസ്ഥികൂമാരത്തിനകത്ത്, എന്നെ കേൾക്കുന്ന പ്രിയരെ, അസ്ഥികൂമാരത്തിനകത്ത് സൈന്യം ഉളവാക്കിയവനാണ് എന്റെ ദൈവം. ഇന്ന് രാത്രി എന്നോട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ പട്ടണത്തിൽ അനേകം തകർന്നു പോയ ഒരു പട്ടണമാണ് നിങ്ങളുടെ പട്ടണം. ഏത് ദേശത്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആത്മാവിനോട് പറയുന്നു, ആ പട്ടണത്തിൽ വിശ്വാസ ത്യാഗം സംഭവിച്ച് അനേകർ ഉടയപ്പെട്ടു പോയി, അനേകരെ ഇല്ലാതാക്കി കളഞ്ഞൊരു മേഖല അതിനകത്തുണ്ട്. കൃപ 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 കൃപ. പക്ഷെ ഇന്ന് രാത്രി നിന്നെ അത് തൊടുകയില്ല. വല്ലാത്ത പൈശാചിക മേഖലയുടെ പട്ടണമാണ്. ആ പട്ടണത്തിനകത്ത് ദൈവാത്മാവ് എന്നോട് പറയുന്നു, അനേക അഭിഷിക്തന്മാർ ഇല്ലാതായി പോയ, അനേക ദൈവമക്കളെ നഷ്ടപ്പെടുത്തി കളഞ്ഞ വൈശ്യസിയ വല്ലാത്ത ദുരാത്മ മണ്ഡലത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി കൃപയില്ലാതെ നിൽക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. അനേകരെ നഷ്ടപ്പെടുത്തി കളയുക, അനേക പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ നശിപ്പിച്ചു കളയുക, അങ്ങനത്തെ വല്ലാത്തൊരു മേഖല എന്നെ ദൈവം കാണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ആ പട്ടണത്തിൽ അവനൊരു വല്ലാത്ത ദുരാത്മ വ്യാപാരമുണ്ട്. ആ വ്യാപാരം പല ദൈവമക്കളെയും അവരുടെ ജീവിതം, അവരുടെ കുടുംബം നശിപ്പിച്ചു കളഞ്ഞ ഒരു മേഖല ദൈവം എന്നെ കാണിക്കുന്നു. മരണദൂതന്റെ പ്രത്യേക ഒരു ഇടപെടൽ ആ പട്ടണത്തിലുണ്ട്. അവനിന്റെ ദൈവമക്കളെ നശിപ്പിച്ചു കളയുന്ന മരണത്തിന്റെ അധികാരങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി നിന്നെ തൊടുകയില്ല, നിന്നെ തൊടാൻ കഴിയുകയില്ല. കാരണം നിന്റെ മേൽ അഭിഷേകമുണ്ട്. ഓക്കെ, ആമേൻ. ഈ ദൂത കർത്താവിനോട് പറയുന്നു. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദൈവാത്മാവ് പറഞ്ഞ് ബലപ്പെടുക, ബലപ്പെടുക, യേശുവിനകത്തേക്ക് കയറുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുമെന്ന് രാത്രിയിൽ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. സാറമാനി പരിശുദ്ധാത്മാവിനോട് പറയുക, ഞാൻ ആ പ്രസംഗിച്ച ദൂതിനകത്തുള്ളൊരു കാര്യം കർത്താവിനോട് പറയുന്നു. ആ ദൂത് ഇങ്ങനായിരുന്നു. ചോദ്യം ചോദിച്ച് ഗിദെയോൻ, ആ ഗിദെയോനോട് ദൈവം പറഞ്ഞു, ഗിദെയോനെ, ഈ ബലത്തോടെ പോകുക. ഹല്ലേലൂയ, സ്തോത്രം.
ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രി എന്നോട് പറയുകയാണ്, എന്ത് ചോദ്യമാണോ നിങ്ങൾ ചോദിക്കുന്നത് അതിനകത്ത് അത്ഭുതമുണ്ട്. അത്ഭുതമുണ്ട്. കണ്ണു തുറന്നാൽ മതി, അത്ഭുതമുണ്ട്. സ്തോത്രം. ഹാഗർ മരുഭൂമിയിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവാത്മാവ് ഹാഗറിന് മരുഭൂമിയിൽ നീരുറവ കാണിച്ചു. എന്നോട് ദൈവം പറഞ്ഞ അത്ഭുതമുണ്ട്, വിശ്വസിക്കുക, അത്ഭുതമുണ്ട്. അത്ഭുതം മറയപ്പെട്ട് കിടക്കുന്നു, അത്ഭുതമുണ്ട്. ഈ രാത്രി വിശ്വസിക്കുക, അത്ഭുതം നിന്റെ ഭവനത്തിലുണ്ട്. നിന്റെ കൺമുമ്പിൽ വെളിപ്പെടാതെ വേണം അതിനെ മറച്ചിരിക്കുകയാ. എത്ര പേര് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാൻ മനസ്സിലാകും. സാറാമാൻഡിയുടെ ആണ് ഇത് പറയുന്നെങ്കിലും ഇന്ന് രാത്രി ചിലരോട് ഞാൻ പറയാം, നിന്റെ നന്മയെ മറച്ചിരിക്കും. ഹല്ലേലൂയ. നിനക്ക് കാണുവാൻ കഴിയാത്ത മേഖലയാണ്, പക്ഷെ ആത്മ പറയുന്നത് നിന്റെ അടുക്കലുണ്ട്. വെട്ടി തുറക്കണം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം. നിങ്ങളുടെ അകത്തൊരു അധികാരമുണ്ട്. ആ അധികാരത്തിൽ ഇന്ന് രാത്രി എഴുന്നേൽക്കും. കൃപ 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 കൃപ. പരിശുദ്ധാത്മാവേ നന്ദി. ഹാഗറിനെ കാണാൻ കഴിയാതിരുന്നപ്പോഴ ഹാഗർ പറഞ്ഞു, ദൈവമേ അവൻ ഈ മരുഭൂമിയിൽ നിന്ന് നശിക്കുമെന്ന്. പക്ഷെ ദൈവാത്മാവ് കാണിച്ചു കൊടുത്തു അടുക്കലുണ്ടെന്ന്. ചിലതിനെ പ്രാപിക്കാൻ തയ്യാറാക്കും, പ്രാപിക്കാൻ തയ്യാറാക്കും. വായുധത്വമൊക്കെ ഉണ്ട്, ആലോചനയൊക്കെ ഉണ്ട്, ദൂതൊക്കെ ഉണ്ട്, പക്ഷെ പ്രാപിക്കണം, ഏറ്റെടുക്കണം ആത്മാവിൽ ആ ദൂതിനെ. അതിനുവേണ്ടി വില കൊടുത്തിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. യേശുവിന്റെ അധികാരമുള്ള മറച്ചിരിക്കുകയാണ് ദൈവാത്മാവിനെ കാണിക്കുന്നത്. ചിലതിനെ മറച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ആന്റി കേൾക്കുന്നോ? സാറമാൻഡി കേൾക്കുന്നു? കേൾക്കുന്നു? രാമൻ പറഞ്ഞ സാറാമ ആന്റിയോട് പറയും. നിങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കേൾക്കുന്നെങ്കിൽ രാമൻ പറഞ്ഞു. ഒരു പ്രതികരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. കേൾക്കുന്നോ? കൈ കാണിച്ചാൽ മതി. ആ, ദൈവാന്ന് പറയുന്നത് പലതിനെയും മറച്ചിട്ടിരിക്കുന്നത് എന്നെ കാണും. പലതിനെയും മറച്ചിട്ടിരിക്കുക. വലിയ ദൂതും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറച്ചിട്ടിരിക്കുക. എന്നാൽ മുഴങ്കാൽ മടക്കി ദൈവത്തോട് പറയുമ്പോൾ ആ മറ നീങ്ങി, ആ തടസ്സം മാറും. പരിശുദ്ധാത്മ പ്രവചിക്കാൻ പറയുക. മറച്ചിട്ടിരിക്കുക, പലതിനെയും മറച്ചിട്ടിരിക്കുക. നിങ്ങൾ അനുഭവിക്കേണ്ട വിടുതലുകൾ, നിങ്ങൾ അനുഭവിക്കേണ്ട ഓപ്പണിങ്ങുകൾ മറച്ചിട്ടിരിക്കുക. എന്നാൽ മറയെ മാറ്റാൻ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് തുറക്കപ്പെടുമ്പോ ഒരുപാട് വിഷയങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ അതിനകത്ത് വിവരിക്കുന്നു. അതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. എനിക്ക് സൂമിലൂടെ മൊത്തം പറയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ദൂത് സ്വീകരിച്ചോ. അവൻ മറയെ പൊളിക്കുവാൻ മുഴങ്കാൽ മടക്കുക. ദൈവത്തിന്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കുക. അവൻ നന്മ തുറക്കും. ദൈവം മറഞ്ഞുപോയ നന്മ തുറന്നു വരും. തടസ്സമായി നിന്നതിനെ ദൈവം തുറക്കും. ഈ രാത്രി കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തടസ്സമുണ്ടെങ്കിലും ഏത് വെല്ലുവിളി ഉണ്ടെങ്കിലും ആത്മാവിന്റെ രാത്രി നിങ്ങളോട് കൈമാറും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവം അതിനെ പൊളിച്ചു കളയുന്ന ദൈവമാണ്. ഒരു ദൂത് തന്നെ ഒന്നിലധികം ആളുകളോട് ഒരേപോലത്തെ ദൂതുകൾ പരിശുദ്ധാത്മ പറയാൻ ദൈവം ആമേൻ വിളിച്ചതാണ്. ആ ദൈവം നിന്നെ വഴിയിടച്ചു പോകുന്നവനല്ല. ആ ദൈവം നിന്നെ വാദിക്കുന്ന ദൈവമാണ്. ദാസിയോട് ദൈവാത്മ പറയുക, 2 സഹോദരിമാർ രാവിലെ എഴുന്നേറ്റ് വരിക. അവർ വരുമ്പോൾ അവരുടെ ഉള്ളിലൊരു ചോദ്യം ഇതാണ്, ഞങ്ങൾക്ക് വേണ്ടി ആരാണ് കല്ലുരുട്ടി മാറ്റി? ഷീബാഷിബുവിനോട് കർത്താവ് പറയും, ആരാണ് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി? രാവിലെ എഴുന്നേറ്റവർ വരിക. അവരുടെ ജീവിതത്തിൽ നോക്കിയിട്ട് അവർ പറഞ്ഞ് കല്ലുരുട്ടി മാറ്റുന്ന ആരാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അടുക്ക് ചെല്ലുമ്പോൾ കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റി.
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വിളിച്ചവൻ വഴിയിലിട്ടേച്ചു പോകുന്നവനല്ല. ജയം. ഹല്ലേലൂയ. നിനക്ക് കഴിയാത്തതിനെ നിന്റെ മുമ്പിൽ പൊളിച്ചു കളയുന്നുണ്ട്. നിനക്ക് സാധിക്കാത്തതിനെ നിന്റെ മുമ്പിൽ ഇറങ്ങി പൊളിക്കുന്ന ദൈവമുണ്ട്. ഈ സഹോദരിമാർ പറയുകയാണ്, എന്താ സംഭവിക്കുകയോ, എന്ത് ചെയ്യും? കല്ലറ അടച്ചിരിക്കുകയാണ്, ഞങ്ങൾ സ്ത്രീകളാ, ബലഹീനരാ, ഞങ്ങൾക്ക് വേണ്ടി ആരാ കല്ലുരുട്ടി മാറ്റാൻ തരുന്നേ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ തമ്പുരാൻ അവിടെ ഇറങ്ങി വന്ന് പൊളിച്ചു വന്നു. ഈ രാത്രി കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ആത്മാവിനെ ദൂത് പറയാം. ഏതൊക്കെയാണ് സ്വീകരിക്കുന്ന നിങ്ങൾക്കത് വിടുതലായി മാറും. ഒരു വ്യക്തിയോട് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ സ്വീകരിക്കാൻ തയ്യാറാക. ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. കല്ലറയുടെ മുമ്പിലേക്ക് ഓടി വരുമ്പോൾ അവൾ കണ്ട കാഴ്ച ഇതാണ്. കല്ലറ പൊളിഞ്ഞു, കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റി, അതിന്റെ മുമ്പിൽ ഒരു ഏഞ്ചൽ ഇറങ്ങിയിരിക്കുകയാണ്. വിശ്വസിക്കും, വിശ്വസിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കേ. നിനക്ക് പറ്റാത്തടത്ത് ദൂതൻ ഇറങ്ങും. ആ ദൂത് വ്യത്യസ്തമാണ്. നിനക്ക് പറ്റാത്തടത്ത് ഏഞ്ചൽ ഇറങ്ങി വരാൻ പോകുകയാണ്. അർത്ഥമനം, ജാലഗന്ധനം, അർത്ഥനം, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് രാത്രി അനുഭവിച്ച വ്യക്തിയാണ്. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കും, നിനക്ക് പറ്റാത്ത ഇടത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ ദൈവത്തിന്റെ ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങുക. എത്ര പേർ പ്രാർത്ഥിക്കുന്ന രാത്രി? സൗണ്ട് ഇല്ല പാസ്റ്റർ. മനസ്സിലായി. കോൾ വന്നു. കേട്ടോ? ഷിബു സിസ്റ്ററോട് കർത്താവ് പറയുക, നിങ്ങൾക്ക് സാധിക്കാത്തടത്ത് ദൈവദൂതൻ ഇറങ്ങും. വിശ്വസിക്കുന്ന രാത്രി എന്നോട് ദൈവം അതാ കാണിക്കുന്നു, എന്നോട് ദൈവം അതാ പറയൂ. കല്ലറയുടെ മുമ്പിൽ നിനക്ക് പോകാൻ കഴിയാത്ത മേഖലകൾ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവദൂതൻ അവിടെ ഇറങ്ങുന്ന രാത്രി. എനിക്ക് അറിഞ്ഞൂടെ, ദൈവം അത് പറയാൻ എന്നോട് പറഞ്ഞു. ദൂതൻ ഇറങ്ങും അവിടെ, ദൂതൻ ഇറങ്ങി പൊളിക്കും അവിടെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ജോലി മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ, ശുശ്രൂഷ മേഖലയാകട്ടെ, നിനക്ക് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം ദൂതൻ അയച്ചു പൊട്ടിക്കോ. എന്തൊക്കെ ജയം വെളിപ്പെട്ടു മാറട്ടെ. ഈ രാത്രി ആർക്കു വേണ്ടി ഏഞ്ചൽ ഇറങ്ങുകയാണ്. എത്ര പേർ വിശ്വസിപ്പാൻ ഇടയാകും? ഏഞ്ചൽ ഇറങ്ങുകയാണ് അന്തരീക്ഷ മണ്ഡലത്തിൽ. ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങുകയാണ് ചിലർക്ക് വേണ്ടി. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. രക്തത്താ ജയം വെളിപ്പെട്ട് പറട്ടെ. ചില മണ്ണങ്ങളുമായി ഇതിന്റെ പടിവാതൊക്കെ കടന്നു വരുന്ന ദൂതൻ അങ്ങനെ എന്നെ ഒരു വെളിപ്പാട് കാണിക്കുന്നു. നിന്റെ കുടുംബത്തിന് വേണ്ടി ഈ രാത്രി ദൂതൻ ചലിക്കുന്നു എന്നെ കാണിക്കുന്നു. അർത്ഥമന, വൈഡമന, ധികാരഗത്യ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി ചലിക്കുന്നു എന്നെ കാണിക്കുന്നു. അതിശയിച്ച് പറയുന്നതല്ല, ഞാൻ കണ്ടുകൊണ്ടാ പറയുന്നു. ഓ ചിലർക്ക് വേണ്ടി ദൈവം അത് ഓപ്പൺ ചെയ്യുന്ന രാത്രിയാണ്. ഓ അന്തരീക്ഷ മണ്ഡലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയും. ഏഞ്ചൽ ഇറങ്ങുക, ഏഞ്ചൽ ഇറങ്ങുക. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, ഏഞ്ചൽ ഇറങ്ങി നിലവിൽ തുറക്കുക. ഇതിന്റെ തലമുറ ഏത് രാജ്യത്തിലാകട്ടെ, ഏത് പട്ടണത്തിലാകട്ടെ, ഏത് സ്ഥലത്താകട്ടെ, ഏഞ്ചൽ ഇറങ്ങുന്ന രാത്രി. ഓ ഓ എനിക്ക് എന്നോട് ദൈവം പറഞ്ഞു, ദൈവം എന്നോട് കാണിക്കുന്ന വെളിപ്പാടാണ്. ദൂതന്റെ വീട്ടിലേക്ക് കയറി വരിക. എനിക്ക് അറിഞ്ഞൂടെ ശുശ്രൂഷയിൽ ഇങ്ങനൊരു മേഖല ദൈവം ആരോട് പറയുന്നു. ദൂതന്റെ വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വരുമ്പോ ദൂതന്റെ കയ്യിൽ നിനക്ക് വീട്ടിൽ നിനക്ക് ആവശ്യമായ നന്മയുണ്ട്. നിനക്ക് ആവശ്യമായ നന്മയുണ്ട്. ഈ രാത്രി മീറ്റിംഗ് കേൾക്കുമ്പോൾ ദൈവാത്മനോട് പറഞ്ഞു, ഈ രാത്രി നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടുന്നത് നിനക്ക് കാണാം. റിയാലിറ്റിയാണ്, റിയാലിറ്റിയാണ്. ഇത് വിശ്വാസമല്ല, റിയാലിറ്റിയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ പടിവാതിൽക്കലേക്ക് ദൂതൻ കയറി വരും. ഭയങ്കര ദൈവപ്രവൃത്തി ഈ രാത്രി ആത്മാവ് ചിലരെ കാണിക്കുക. വ്യക്തിപരമായി എന്നോട് കാണിക്കുക, നിന്റെ പടിവാതിൽക്ക് ദൂതൻ വരും നിന്റെ മുമ്പിൽ. നീ അത് വിശ്വസിക്കുന്നവളാണ്, നീ അത് വിശ്വസിക്കുന്നവനാണ്. ഓ ദൈവമാ രഹസ്യാധനാഥന അർത്ഥന, നിനക്ക് ആവശ്യമായ തിറ്റവന്റെ കയ്യിലുണ്ട്.
ദൈവം പറഞ്ഞു വിടുന്ന ദൂതനാണ്. ഓ, യേശുവിന്റെ നാമത്തിൽ തുറന്നു പറയണം. യേശുവിന്റെ നാമത്തിൽ തുറന്നു പറയണം. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ഞാൻ അനുഭവം ഞാൻ പറയും. ഒരിക്കൽ ഞാൻ മീറ്റിംഗിൽ ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ചിലരോട് ദൈവാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞ ദൂതനായിരുന്നു, നീ വീട്ടിലേക്ക് പോകുമ്പോൾ നിന്റെ വീട്ടിൽ ദൈവത്തിന്റെ ഏഞ്ചൽ ഇറങ്ങുമെന്ന് എന്നോട് പരിശുദ്ധാത്മ പറയാൻ പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ അവൻ ദൂത് ചർച്ചിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഒരു സഹോദരി ആ ദൂതിനെ റിസീവ് ചെയ്യുവാനിടയായി. സ്വീകരിച്ചതും ആ സഹോദരി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വളരെ പ്രതിസന്ധികളുടെ നടുവിലേക്കാണ് ആ സഹോദരി നടന്നു നീങ്ങിയത്. അന്നത്തെ ആ സഹോദരിയുടെ ഹസ്ബൻഡ് അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. വാടക ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ആ സ്ഥാപനത്തിന്റെ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞ് ആ സഹോദരിയോട് ആ ഹസ്ബൻഡ് വാക്കുകൾ പറഞ്ഞു. മദ്യപാനിയായ സഹോദരൻ ആ സഹോദരി വല്ലാതെ പീഡിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞത്, എന്നോട് ദൈവം പറഞ്ഞു, ഒരു ദൂതൻ നിനക്ക് വേണ്ടി നിന്റെ വീട്ടിൽ ഇറങ്ങുമെന്നാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരി ഏറ്റെടുത്തു. എന്നോട് ആ സഹോദരി പറ്റിയ ഞായറാഴ്ച എന്ന് പറഞ്ഞ സാക്ഷ്യമാണ്. പാസ്റ്റർ പറഞ്ഞു, ഞാനത് വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്റെ കൂടെ ആരോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റി. യെസ്, ഇന്ന് രാത്രി ആത്മാവനോട് പറയുന്നു, ആരോ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. അസാധാരണമായ ദൈവകൃപയുള്ള ഒരു മനുഷ്യനകത്തുണ്ട്. അവരോട് ആത്മാവനോട് പറഞ്ഞു, എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവം പറയുകയാണ്. ഞാൻ ആ ദൂത് പറഞ്ഞു കഴിഞ്ഞ് ആ സഹോദരി വീട്ടിൽ ചെല്ലുമ്പോൾ അവളോട് ആരോ സംസാരിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുക. യാത്രകളിലെല്ലാം ആരോ പറഞ്ഞു, ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക. എന്നോട് ആ സഹോദരി എന്ന് പറഞ്ഞ കാര്യമാണ്, ധൈര്യമായിരിക്കുന്ന ആരോ അവളോട് വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഹസ്ബൻഡ് വരിക, ഇറങ്ങിപ്പോകാൻ പറഞ്ഞ ഹസ്ബൻഡ് പറയുക, നിന്റെ വാടക ഞാൻ കൊടുത്തത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ വിശ്വസിച്ചോ. ഈ രാത്രി ദൈവാത്മാവിനോട് പറയാം, എന്റെ അനുഭവത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നേ, അവൻ ഇന്ന് രാത്രി വിളിച്ചു പറയും, നിനക്ക് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, ഇനി അവസ്ഥകൾക്ക് വേണ്ടി എന്നോട് ദൈവം പറയുക, ദൂതൻ നിന്റെ പടിവാതിൽക്കൽ മുട്ടുന്ന ദിവസമാണ് ഇന്ന് രാത്രിയിൽ. യേശുവിന്റെ നാമത്തിൽ ഒരു മനുഷ്യനുമല്ല നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നത്, ഒരു മനുഷ്യന് കാണുകയില്ല. പക്ഷെ ദൈവദൂതൻ നീ അയക്കുന്ന രാത്രിയാണ്. യെസ്, താങ്ക് യു ലോർഡ്. യേശുവിന്റെ നാമത്തിൽ എന്നോട് ഇന്ന് രാത്രി വന്ന് നീ കണ്ട ദർശനം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ ഏഞ്ചൽ ഇന്ന് രാത്രി ഇറങ്ങി വരുന്നതിനെ കാണിക്കുന്നു. ആത്മാ രക്തത്താജയം ചുമ്മാ പറഞ്ഞതല്ല. ഒരിക്കൽ പത്രോസിൽ ദർശനം കാണുക. ആ ദർശനം ഇങ്ങനായിരുന്നു. അവന്റെ സ്ഥലത്തിൽ ഒരിക്കലും ഒരു തുപ്പട്ടി ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഞാൻ ഇന്ന് രാത്രി അതിന്റെ കാര്യം വിവരിക്കാൻ നിൽക്കുകയല്ല, പക്ഷെ ഒരു ദൂത് പറഞ്ഞതിന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓൺലൈനിൽ എന്നെ കേൾക്കുന്ന, സൂമിലൂടെ എന്നെ കേൾക്കുന്ന ചിലരുടെ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടി ദൈവാത്മ പറയുന്നു, ആ മനുഷ്യൻ ആ ദർശനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവന്റെ പടിവാതിൽക്കൽ ദൈവത്തിന്റെ ആത്മാവ് ജനത്തെ അയച്ചു. കൊർന്നേലിയോസിന്റെ വീട്ടിൽ വന്ന ദൂതൻ അവന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് പത്രോസ് എവിടെ എന്ന് ചോദിച്ചു. വചനത്തിന്റെ തെളിവാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് രാത്രി തെളിവ് ചോദിച്ച ചിലരുണ്ടെങ്കിൽ, എന്നെ വചനപ്രകാരമാണ് ഇത് പറയുന്നെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി ആത്മാവ് നിന്നോട് പറയാൻ പറഞ്ഞ കാര്യം ഇതാണ്. കൊർന്നേലിയോസിന്റെ വീട്ടിൽ നിന്ന് 2 ദൂതന്മാർ പത്രോസിനെ തിരക്കി വരിക. പത്രോസിനെ തിരക്കി വന്നിട്ട് പറയുകയാണ്, എവിടെയാ പത്രോസ് ഉള്ളത്? അവൻ കൊർന്നേലിയോസിന്റെ വീട്ടിൽ നിന്ന് ഞാൻ വരുന്നത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറുന്നത്, അവൻ നിന്റെ ദർശനം നീ കണ്ടത്, നീ രാത്രിയുടെ യാമങ്ങളിൽ കണ്ടത് നിവർത്തീകരിച്ച ദൈവം തന്റെ ദൂതന് നിന്റെ കൂടാരത്തിൽ അയക്കുന്ന രാത്രിയാണെന്ന് പറഞ്ഞാൽ, വിമർശിക്കുന്നതിന് രാത്രി വിമർശിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്ന് രാത്രി വചനത്തിന്റെ തെളിവ് നിന്നുകൊണ്ട് ആത്മാവ് എന്നോട് പറയാൻ പറയുന്നത്, ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങി. ഇതിന്റെ റിസൾട്ട് ഈ ഗ്രൂപ്പിന്റെ ആത്മീയം തിരിച്ചറിയുന്ന ദിവസങ്ങൾ വരാൻ പോവുകയാണ്. ഇതിന്റെ സാക്ഷ്യങ്ങൾ വരുന്ന ദിവസങ്ങൾ നിങ്ങൾ കേൾക്കാൻ പോകുകയാണ്. ചെറുതല്ല ഈ കാര്യം, വേറെ ചെറിയ കാര്യമല്ല. ഇന്ന് രാത്രി ആ ഡോറുകൾ ദൈവം തുറന്നിടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവം തുറക്കുന്ന ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനം പറഞ്ഞു, മിസ് നസ്രത്തിൽ വല്ല നന്മയും വരും. ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ കൈമാറുന്നത്, കാത്തിരുന്ന് തളർന്നു പോയവൻ
എന്നാൽ മറു സൈഡിൽ കാത്തിരിപ്പിനകത്ത് അകത്തെ അഭിഷേകം കത്തിച്ചവൻ. നഥനിയേൽ തകർന്നു പോയപ്പോ, അവിശ്വസിച്ചപ്പോ, യോഹന്നാൻ അവിശ്വസിച്ചപ്പോ, സ്തോത്രം, ദൈവത്തിന്റെ വചനം പറഞ്ഞു ഒരു ശിംയോൻ തന്റെ അഭിഷേകത്തെ കത്തിച്ചു. അവന്റെ കൺമുമ്പിലേക്ക് ദൈവം തന്റെ വായ്ത്തത്വത്തെ കൊണ്ടുവരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ ദൂതിനെ ഒരു വിഷയം നിനക്ക് ആത്മാവ് നിനക്ക് കെടുത്തിക്കളയാം. പക്ഷെ ഈ രാത്രി വിശ്വസിക്കാൻ നീ തയ്യാറായാൽ നിന്റെ കൂടാരത്തിനകത്ത് നീ നന്മ കാണും. എത്താൻ ജയം ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. ചോദിച്ചവന്റെ പട്ടണത്തിൽ ദൈവം ഒരുപാട് സൈനികൾ വെളിപ്പെടുത്തി. ഇന്ന് രാത്രി എന്നോട് നിങ്ങളോട് കൈമാറാൻ ദൈവം പറഞ്ഞ ദൂതിങ്ങനാ. ആരുടെ മുമ്പിലെങ്കിലും നീ ചോദ്യചിഹ്നമായി നിന്നിട്ടുണ്ടോ? ഏതെങ്കിലും മേഖലയ്ക്കകത്ത് ചോദ്യചിഹ്നമായി നിന്നിട്ടുണ്ടോ? കർത്താവിനോട് പറയാൻ പറഞ്ഞു, നിന്നെ കൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്നത്. നിന്റെ കുടുംബത്തിൽ നിന്നാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ. യോബ് പറഞ്ഞൊരു പദമുണ്ട്, അന്യ കണ്ണല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. ജയ്മോള, നീ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ആ ദൂത്. യോബ് പറഞ്ഞൊരു പദമുണ്ട്. യോബ് പറഞ്ഞ പദം എങ്ങനെയാണ്? അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. എന്നോട് അത് പറയാനാ കർത്താവ്. അന്യന്റെ കണ്ണല്ല, എന്റെ കണ്ണുകൊണ്ട്. പക്ഷെ ഒരു വാക്യം പരിശുദ്ധാത്മ പറയുന്നു. യോബ് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നു, പക്ഷെ എന്റെ കണ്ണുകൊണ്ട് നിന്നെ കാണും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുക, ദൈവം പറഞ്ഞതിനെ കണ്ണു മുമ്പിൽ കാണിക്കുന്ന ഒരു ദൈവം. ചെറുതും വലുതുമാകുന്ന ഏത് വിഷയമാകട്ടെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം പറഞ്ഞതിനെ നിന്റെ മുമ്പിൽ കാണിക്കും. പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ശോധനകളിലൂടെ കടന്നു പോകും, വേദനകളിലൂടെ നീ കടന്നു പോകാം. പക്ഷെ നിന്നെക്കുറിച്ച് ദൈവം പറയുന്നത്, അന്യന്റെ കണ്ണുകൊണ്ടല്ല, നിന്നെ കണ്ണുകൊണ്ട് നിന്റെ വായ്ത്തത്തെ കാണും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസിയും സിസ്റ്ററും കേട്ടിരുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. ഈ രാത്രിയിൽ ആമേൻ ദൈവത്തിന്റെ വചനം പറയും. ആ വചനം ഇങ്ങനെ പറയുന്നേ, ആമേൻ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരും. യേശു പറഞ്ഞു വന്ന് കാണുക. അതെ, ഫിലിപ്പോസ് പറഞ്ഞു വന്ന് കാണുക. ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നീ അനുഭവിച്ചറിയണം. ദൈവം ആഗ്രഹിക്കുന്നതാ. ഹല്ലേലൂയ. നീ അനുഭവിക്കണം. എന്താ അനുഭവിക്കേണ്ടത്? ഇന്നലകളുടെ ചോദ്യചിഹ്നങ്ങളുടെ മറുപടി, ഇന്നലകളുടെ പരിഹാസങ്ങളുടെ മറുപടി, ഇന്നലകളുടെ വിധികളുടെ മറുപടി രുചിച്ചറിയണം. അത് അവൻ സ്തോത്രം. ആ മറുപടി രുചിച്ചറിയണമെങ്കിൽ ഇന്ന് രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറാണ്. ദൂതിനെ ആത്മാവ് പിടിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. കർത്താവ് നിന്നെ അവൻ ഉയർത്തുന്ന ദൈവമാണ്. അല്ല, ഒരു പക്ഷെ സംശയിച്ചു പോയേക്കാം. എന്നാൽ സംശയിക്കുന്ന നിന്നെ കൊണ്ട് ദൈവം പ്രത്യക്ഷ അടയാളങ്ങൾ വെളിപ്പെടുത്തി. അബ്രഹാമിന്റെ മുമ്പിൽ പ്രത്യക്ഷമായ അടയാളങ്ങൾ വെളിപ്പെടുത്തി. ആമേൻ സ്തോത്രം. അതെ, ഗിദെയോന്റെ മുമ്പിൽ പ്രത്യക്ഷമായ അടയാളങ്ങൾ വെളിപ്പെടുത്തി. എന്താ കാര്യം എന്നറിയുമോ? ദൈവത്തിന്റെ വചനം പറഞ്ഞു, അവൻ ബേത്ലഹേമേ, നിന്നിൽ നിന്ന് ഒരുത്തൻ പുറത്തു വരും, അത് നസ്രയനായ യേശുവാണ്. ഇന്ന് രാത്രി നിന്റെ അകത്ത് ആ കർത്താവ് ഉണ്ട്. നിന്റെ ശ്രേഷ്ഠതയല്ല, നിന്റെ അകത്ത് വസിക്കുന്നവന്റെ ശ്രേഷ്ഠതയാണ്. ആ ശ്രേഷ്ഠത ഉള്ള കർത്താവ് നിന്റെ അകത്തിരിക്കുമ്പോ നിന്നെ തകർത്ത് കളയാൻ ആർക്കും കഴിയുകയില്ല. നിന്റെ പേരിനെ മാറ്റുന്ന, നിന്റെ സ്ഥിതിയെ മാറ്റുന്ന, നിന്റെ ഗതിയെ മാറ്റുന്ന ആ യേശു ഇന്ന് രാത്രി നിന്റെ അകത്തുണ്ട്. ബേത്ലഹേമിന്റെ അകത്തുനിന്ന് ഫേമസ് ആക്കിയെങ്കിൽ ബേത്ലഹേമിൽ, ആമേൻ, ഇന്ന് രാത്രി നിന്റെ അകത്തുള്ള യേശു നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥനയോടെ എന്നെ ശ്രദ്ധിച്ച ആമേൻ എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി പറയുന്നു. സമയം നമുക്ക് വളരെ പരിമിതമായിരുന്നു. കുറച്ച് മുന്നോട്ട് കടന്നു പോകാൻ ഇടയായി. ദയവായി ക്ഷമിക്കണം. ആമേൻ. എല്ലാവരോടും ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായി ചിലരോട് മാത്രമേ സംസാരിക്കൂ. മറ്റൊന്നും കർത്താവിനോട് പറയാതെ എനിക്കൊന്നും അറിയില്ല. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.